തുടക്കം എന്ന് പറയുന്നത് എനിക്കത് 2012 പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിൻ്റെ ഒരു റീസൈക്കിൾ ക്ലബ്ബ് എന്നിട്ട് റീയൂസ് റെഡ്യൂസ് റിഫ്യൂസ് ആ കർഷകർക്ക് അനുസരിച്ചുള്ളൊരു റീസൈക്കിൾ ക്ലബ്ബ് നമുക്ക് തോന്നുന്നു. അതിൽ 2012 പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 4 പ്രവർത്തനങ്ങളിലായിരുന്നു അത് നമ്മൾ കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി പെരിന്തൽമണ്ണ പ്രദേശത്ത് മുനിസിപ്പാലിറ്റി അവരും റീസൈക്കിൾ കൂടി ജോയിൻ ചെയ്തിട്ട് നമ്മളതിൻ്റെ ഒരു പോസ്റ്ററുകൾ എല്ലാം നമുക്ക് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു നമ്മൾ ഫണ്ട് കണ്ടെത്തിയിട്ടായിരുന്നു. അല്ലാതെ നമ്മൾ വേറൊരു ഫണ്ട് മുനിസിപ്പാലിറ്റിന്നോ അല്ലെങ്കിൽ വേറെ ഒരു ഫണ്ടോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു സ്റ്റാർട്ടിംഗ് ആയിരുന്നു. ആ സ്റ്റാർട്ടിങ്ങിൽ ഒറ്റയ്ക്കായിരുന്നു വർക്കിങ്ങൊക്കെ. പിന്നെ കുറേ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അതിൽ നമ്മൾ തനിച്ച് തന്നെ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ കടകളും ഓഫീസുകളും സർക്കാർ സ്ഥാപനങ്ങളും ആ പോസ്റ്റിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കേണ്ടത് വലിച്ചെറിയുന്നത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അന്നൊക്കെ നമുക്കുണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ആളുകളോടൊക്കെ പറയുമ്പോൾ ഇതാര് അപ്പോൾ നമ്മൾ ഇത് പറയുക കത്തിക്കരുത് വെച്ചിരുന്നത് അപ്പോഴും നമ്മളോട് കടി ചോദിച്ചിരുന്നത് പിന്നെ ഞങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് അവിടെ നമുക്ക് അതിനൊരു ഉത്തരം ഉണ്ടായിട്ടില്ല. എന്തായാലും നമ്മളെ പ്രവർത്തനം സക്സസ്സായി. അതേ രീതിയിൽ അത് നമ്മൾ പോയി അതിൽ ഒരുപാട് ആൾക്കാർ പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പിന്നെ ഒരു ഹോസ്പിറ്റൽ സിറ്റി ആയതുകൊണ്ട് തന്നെ അൽഷിഫ പോലുള്ള മൗലാന പോലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. പോസ്റ്റർ അടിക്കാനൊക്കെ അന്ന് വലിയൊരു ചിലവ് വന്നിട്ടുണ്ട്. അതിൽ എല്ലാ ഡിസൈൻ ചെയ്തൊക്കെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ചേർത്തിട്ടാണ് അതിൻ്റെ ഡിസൈനിങ് വർക്ക്. അത് നമ്മൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് താഴെ അവരുടെ പേര് വെച്ച് നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു. എന്തായാലും അത് മുനിസിപ്പാലിറ്റി നമ്മളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കൗൺസിൽ ചേർന്നിട്ട് ആ പോസ്റ്റർ കൗൺസിലിൽ പ്രത്യേക കൗൺസിൽ ചേർന്നിട്ട് ആ പോസ്റ്ററിൻ്റെ ഉദ്ഘാടനം ഉണ്ടായി. പോസ്റ്റർ പ്രകാശനം അതോടുകൂടി പിന്നെ അവർ മുനിസിപ്പാലിറ്റി പ്രത്യേകം നമുക്ക് വിജയം ഭാഗമാണ് എല്ലാവരും സഹകരിക്കുന്നത്. ആ സാക്ഷ്യപത്രം ആ പോസ്റ്ററും വളരെയധികം വിജയിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും തന്നെ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ഞാൻ തന്നെ പേഴ്സണലി ഈ വേസ്റ്റ് പിന്നെ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ നമുക്കൊരു ഇതൊന്നും വരുന്നില്ല. ആ നടക്കുന്ന പോകുന്ന ചിലവ് പോലും നമുക്ക് നമ്മളെ കയ്യിൽ നിന്നും പിന്നെ അതിനൊരു സഹായം പറ്റിയ ആളുകൾ തരുന്ന സംഭാവന അതുകൊണ്ടൊക്കെ ഇരുന്ന പ്രവർത്തനം നടക്കും. അല്ലാതെ നമുക്ക് നമ്മളെ കാര്യത്തിൽ ഒരു ഇൻകം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. പിന്നെ കുറേ കാര്യങ്ങളുമായിട്ട് നീങ്ങിയപ്പോഴാണ് ഞാൻ ശുചിത്വ മിഷനായിട്ട് ബന്ധപ്പെട്ടത്. ശുചിത്വ മിഷനിൽ അന്ന് നമുക്ക് ചെന്നപ്പോൾ നമ്മൾ ഒരു RP ആക്കാൻ പറ്റുമെന്ന് ആ കാലഘട്ടങ്ങളിൽ 2012 നമ്മൾ ചെന്ന് 2013 നമ്മൾ ചെന്ന് ചോദിച്ചപ്പോൾ അന്ന് നമുക്ക് അവിടുന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ ഒരു RP ആവണം എന്നുണ്ടെങ്കിൽ അയാൾ 2-3 കൊല്ലം വർക്ക് ചെയ്ത് അയാളെ കാര്യങ്ങളൊക്കെ പഠിച്ചു അത് മനസ്സിലായതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെയുള്ളൊരു ഇത് കൊടുക്കാനുള്ള ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചോദിച്ചാൽ ശുചിത്വ കോപ്പറേറ്റീവ് എടുത്ത് അവർ വിളിക്കുന്ന പരിപാടികളുണ്ട്. ഇതുമായിട്ട് റീസൈക്ലിങ്ങിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പഴയ ഡ്രസ്സുകൾ റീസൈക്കിളാക്കി മാറ്റുന്ന പണികളാണ്. അതൊക്കെ ഇരുന്ന് നമ്മൾ യൂട്യൂബിലും മറ്റുള്ള കാര്യങ്ങളിലും ഇരുന്നിട്ട് പഠിച്ചു എങ്ങനെയാണ് അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാകും. നമുക്ക് വരുമാനം ഒരു പ്രശ്നമാണ്. നല്ല ബോധവൽക്കരിക്കണം, നല്ല കാര്യം ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നമ്മളെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമുക്കൊരു ബൈക്കിൽ എണ്ണ അടിച്ചിട്ട് ഈ സംഭവത്തിന് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആയിട്ട് നമ്മൾ അതിൽ നിന്ന് കാശ് എങ്ങനെ നമുക്ക് നമ്മളെ ചിലവിലുള്ള കാശ് വേണം ബോധവൽക്കരണം നടത്തുന്നത്. പിന്നെ ഈ റീസൈക്കിൾ ക്ലബിനെ കുറച്ച് ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു നമ്മളെ ഒരു മെയിൻ. അങ്ങനെ നമ്മളതിൻ്റെ പുറകെ അതിലേറ്റവും ഹൈലൈറ്റ് ചെയ്ത് ആ കാലത്ത് ഹൈലൈറ്റ് ചെയ്തൊരു വർക്കാണ്. പഴയ ഡ്രസ്സുകൾ എല്ലാവർക്കും അറിയാം. ഏതൊക്കെ ഡ്രസ്സ് സെഞ്ചിയാക്കി ഏതൊക്കെ മോഡൽ സെഞ്ചികളാക്കി മാറ്റാമെന്നുള്ള കാര്യം. പക്ഷെ അതിലേറ്റവും കൂടുതൽ അന്നത്തെ ഇതിൽ നമ്മൾ ചെയ്തൊരു വർക്കാണ് MSPയിൽ യൂണിഫോമുകൾ കണ്ടമാനം ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂണിഫോം ഒഴിവാക്കും. പിന്നെ അടുത്ത് ഗവൺമെൻറ് തിരിച്ചു കൊടുക്കും. ആ സമയത്ത് നമ്മൾ ചെയ്ത ഏറ്റവും നല്ലൊരു വർക്കായിരുന്നു അവർ ആ ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അതാവുമ്പോൾ നല്ല ഹോട്ടലിലെ
നല്ല ഉറപ്പുള്ള ഒരു തരം തുണിയാണ്. അതിൽ നമ്മൾ ചെയ്യുന്നുണ്ടാകും. പിന്നീട് നമ്മൾ മുന്നോട്ട് പോയ വഴികളിൽ ചെയ്ത വേറൊരു വർക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നമ്മൾ ഇതേമാതിരി നമ്മളാണ് യൂണിവേഴ്സിറ്റിയാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ അവിടെയൊക്കെ ഇപ്പോൾ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് നമ്മൾ കൊണ്ടുവന്നത് സീറോ വേസ്റ്റ് മത്സരത്തിൻ്റെ വർക്കുകളായിരുന്നു. തുടക്കത്തിൽ നമ്മളാണ് അതിൻ്റെ ക്ലാസ് എടുക്കലും ഇങ്ങനെ നമുക്ക് അവിടെയൊക്കെ നമുക്ക് അതിൻ്റെ സംവിധാനങ്ങൾ വരും. അങ്ങനെയായിരുന്നു നമ്മളതൊക്കെ ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത് ചെയ്തൊരു വർക്കാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അകത്ത് നിങ്ങൾക്കൊക്കെ അറിയാം ക്വസ്റ്റ്യൻ പേപ്പർ അയക്കുന്ന ഒരു ഫോട്ടോ ഒരു കവർ എല്ലാ പാക്കറ്റിലും ഒരു ഫോട്ടോ അത് വെച്ചിട്ട് നമ്മൾ തുണിസഞ്ചി ഉണ്ടാക്കിയിട്ട് അന്നത്തെ രജിസ്ട്രാർക്ക് അന്നത്തെ വീഴ്ചയ്ക്കൊക്കെ നമ്മളത് എത്തിച്ചു കൊടുക്കും. ഇതിൻ്റെ കുറേ കാര്യങ്ങളാണ്. ഇത് ശുചിത്വ മിഷനിൽ വന്നപ്പോൾ എന്തായാലും നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങളെന്തെങ്കിലും ചെയ്ത് കാണിക്കുമ്പോൾ പറഞ്ഞത് നമ്മളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ശുചിത്വ മിഷൻ ആ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുണിസഞ്ചി ഉണ്ടാക്കുന്ന ഇത് കാണിക്കാനുള്ള ആള് എന്നുള്ള നിലയ്ക്ക് നമ്മൾ പല പ്രദർശനങ്ങളിലും വിളിക്കും. ഇപ്പോൾ കലക്ട്രേറ്റിലായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും അത്തരം പ്രദർശനങ്ങളിൽ നമ്മളൊരു ഭാഗവാക്കായിട്ട് അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തു. പിന്നീട് ശുചിത്വ മിഷന് കാര്യങ്ങൾ മനസ്സിലായതിന് ശേഷം അവർ ചെയ്തത് ആർത്തിയാക്കുക എന്നുള്ളതല്ല, നമ്മളെ ക്ലാസ്സുകൾ എടുക്കാനുള്ളൊരു ഇതുണ്ടെന്ന് കണ്ടപ്പോൾ അവർ നമ്മുടെ ക്ലാസ്സുകൾ നമ്മളെ ഒരു സ്ഥലത്തും എന്തെങ്കിലും പരിപാടികൾ നടക്കുമ്പോൾ ഒന്നുകിൽ തുണിസഞ്ചി നിർമ്മാണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ ജില്ല മൊത്തം ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അത്രയും ക്ലാസ്സുകൾ എടുത്തുകൊടുത്തൊന്നും വേസ്റ്റ് മാനേജ്മെൻറ്റ് വേസ്റ്റ് എങ്ങനെ ഉണ്ടാകുന്നതെന്നും എങ്ങനെയാണ് ഇത് കമ്മിയാക്കേണ്ടതെന്നും അങ്ങനെ കുറേ അതല്ലാത്ത കുറച്ച് സ്ഥലങ്ങളിലും കൂടി നമ്മൾ ഇത് ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കും ക്ലാസ്സുകളൊക്കെ ഹിറ്റായി. എവിടെ ക്ലാസ് എടുത്താലും അവർ മോശം എന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ശുചിത്വ മിഷനെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തപ്പോൾ അപ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്കൊരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് അന്നത്തെ ഒരു റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ 600 രൂപ. ഈ 600 രൂപ കൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്ന ക്ലാസ്സിൽ കുറച്ച് ഇതിൻ്റെ കാണിച്ചു കൊടുക്കാനുള്ള കുറേ മെറ്റീരിയലൊക്കെ ആയിട്ടാണ് നമ്മൾ പോയി ക്ലാസ് എടുത്ത് വന്നു കഴിഞ്ഞാൽ അത് 5 രൂപയുടെ മുകളിൽ ക്ലാസ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കാൻ ഈ വർഷം നമ്മളൊരു സ്കൂളിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ ക്ലാസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പറയുന്നുണ്ട് ഡിസ്പോസബിൾ യൂസ് ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ വീണ്ടും ക്ലാസ് എടുക്കുമ്പോൾ ഇതേ ഡിസ്പോസബിളായിരുന്നു നമുക്ക് വീണ്ടും ചായ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ചായ കുടിക്കാതെ പോകുന്നുണ്ട്. അതായത് അല്ലെങ്കിൽ നമ്മളെ ചായ വേണ്ട അറിയുമ്പോൾ ചിലർക്ക് കാര്യം മനസ്സിലായിട്ട് വേഗം നമുക്ക് മാത്രം ടീ ഗ്ലാസ് അല്ലെങ്കിൽ ഗ്ലാസുകളിലൊക്കെ കൊടുക്കുന്നത്. അപ്പോഴും നമ്മൾ ചായ കുടിക്കുന്നത് വെച്ചാൽ ഈ കാണിച്ചത് മറ്റുള്ള സദസ്സിലിരിക്കുന്നവർ കാണട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടും പ്രവർത്തിച്ചിട്ടുമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് നമുക്ക് റീസൈക്കിൾ ക്ലബിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. അതിലൂടെ ഒരു കൂടുതൽ കരുത്തിട്ടാക്കാൻ വേണ്ടിയിട്ട് പരിപാടികളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതേ പിന്നെ ഈ ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കേന്ദ്രം നെഹ്റു കേന്ദ്രമാണ്. അതിൽ നമ്മൾ ചെല്ലുമ്പോൾ എന്താ വെച്ചാൽ അവിടെ ഗെയിം പന്തുകൾ ഫുട്ബോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലബ്ബുകൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ളൂ. ഇതുപോലെ പരിസ്ഥിതി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംവിധാനം അന്ന് ഇന്നുണ്ടോന്നില്ല. അന്ന് അവിടെ നമുക്ക് ഫീലിംഗാണ് വരുന്നത്. കാരണം നമ്മൾക്ക് ഇങ്ങനെ വലിയ പ്രതീക്ഷയിൽ ഓരോ കാര്യങ്ങൾ ഓടി ചെയ്ത് ഫണ്ട് ഇതൊന്നും ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വേറെന്തെങ്കിലും ഫണ്ടോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടോ ഒന്നും തൊടാതെയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നതൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കിയത് ആ ഒരു കാലഘട്ടം. ഇപ്പോൾ 2012 സ്റ്റാർട്ട് ചെയ്ത് 2024 12 കൊല്ലം പുറകിലേക്ക് നോക്കുമ്പോൾ നമ്മളെ കയ്യിലൊന്നും സമ്പാദ്യം ഇതിൽ നിന്നൊന്നും സമ്പാദിക്കുന്നുണ്ട്. അത് ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. അതാണ് ഇതിൽ വേസ്റ്റ് ഈസ് വെൽത്ത് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം അതുകൊണ്ടാണ്. പക്ഷേ ഇത് ശരിക്കൊരു വലിയൊരു ഇൻകമാണ്. നമുക്ക് നല്ലൊരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഒരു കുറേ ആളുകൾക്ക് ഇതിലൂടെ ഇതായി പോകാൻ പറ്റും. നമ്മളതിന് ആരുടെ കയ്യിൽ നിന്ന് ഒരു യൂസർ ഫീയോ മറ്റുള്ള കാര്യങ്ങളോ മേടിച്ചിട്ടല്ല ഈ സംഭവം മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം ഇതിലേക്ക് ഉള്ള എക്സ്പെൻസിനുള്ളതും നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ക്യാഷ് നമ്മൾ വേസ്റ്റിൽ നിന്ന് കണ്ടെത്തും.
അത് ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ പിന്നീട് ഈ സെക്യൂരിറ്റിയിലൊക്കെ ഇങ്ങനെ ഫോം ചെയ്യാൻ കഴിയൂല എന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അതുമായിട്ട് ആ പേരുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമല്ല. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ശുചിത്വ മിഷൻ ക്ലാസ്സുകളും ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ അന്നുള്ള കോർഡിനേറ്റർക്ക് മനസ്സിലായി, പിന്നെ അല്ലെങ്കിൽ അവർ നമുക്കൊരു സാക്ഷ്യപത്രം തരും. ആദ്യത്തെ സാക്ഷ്യപത്രം മുനിസിപ്പാലിറ്റിയിൽ രണ്ടാമത്തെ സാക്ഷ്യപത്രം എന്ന് ഇവിടുത്തെ കോർഡിനേറ്റർ, അതൊരു മാഡായിരുന്നു. അവർ നമുക്കൊരു സാക്ഷ്യപത്രം തന്നു, ഇയാൾ പിന്നെ ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്, ബന്ധപ്പെട്ട ക്ലാസ്സുകളും കാര്യങ്ങളും ചെയ്തിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. ആ ഒരു കാര്യം കഴിഞ്ഞ് നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിൽ നമുക്ക് പോയി ക്ലാസ് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മളായിട്ട് ആ സ്ഥാപനത്തിൽ ചെന്നിട്ട് നിങ്ങൾക്ക് നമ്മളൊരു ക്ലാസ് കേട്ടാം, നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം, നമുക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് അവിടെ ഒരു ക്ലാസ് നമ്മൾ എടുത്താൽ ആ ക്ലാസ്സിന് ആരും നമുക്ക് റെമ്യൂണറേഷൻ തരുന്നില്ല. ശുചിത്വ മിഷൻ വിടുന്നതിന് മാത്രമേ ശുചിത്വ മിഷൻ്റെ റെമ്യൂണറേഷൻ ഉണ്ടായിരുന്നു. അല്ലാത്ത ക്ലാസ് എടുക്കലൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുക, നമ്മുടെ നാടിന് വേണ്ടി. അങ്ങനെ കുറേ കാലം പോയതോടുകൂടി ശുചിത്വ മിഷന് മനസ്സിലായി ഇയാൾ സ്വന്തമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്, അതിന് പൈസ ഒന്നും കിട്ടുന്നില്ല. പിന്നീട് വന്ന ആ മാഡം മാറിയിട്ട് പിന്നീട് വന്ന കോർഡിനേറ്ററാണ് നമ്മളെ ശുചിത്വ മിഷൻ്റെ റിസോഴ്സ് പേഴ്സണായിട്ട്. അപ്പോഴേക്ക് 2012, 13, 14, 15 ആയിരുന്നു. ഇത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നുപോയി. അതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് പുറത്തു കൊണ്ടുവരും. കാരണം ഇവിടെ നമ്മൾ ഈ ചെയ്യുന്നതിൽ നമുക്ക് ഒരു കാര്യമില്ലാന്ന് തോന്നിയിട്ട് നമ്മളൊന്ന് പുറത്തു പോയിട്ട് 2015 ലാസ്റ്റ് 16 വീണ്ടും വരുമ്പോഴാണ് നമ്മൾ RP ആയിട്ട് 2015 തന്നെ ഈ വർക്കുകൾ തുടർന്നുകൊണ്ടേ ഇരുന്നപ്പോഴാണ് നമ്മൾ റിസോഴ്സ് പേഴ്സണായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളെ അതിലെത്തിയത്. ആ റിസോഴ്സ് പേഴ്സൺ ആയതിനു ശേഷം ഒരുപാട് നമ്മൾ കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ് പിന്നീട് 2016 നമ്മൾ ഒരു വേസ്റ്റ് ശുചിത്വ മിഷൻ്റെ റിസോഴ്സ് പേഴ്സണായി അവരെ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊരു മനസ്സിലുള്ളൊരു ഐഡിയ, നമുക്കൊരു ഇൻകം കിട്ടുന്നത്. കാരണം ഈ എപ്പോഴെങ്കിലും കിട്ടുന്ന 600 രൂപ അല്ലെങ്കിൽ 650 രൂപ, 700 തോന്നുന്നു ലാസ്റ്റൊക്കെ ആയപ്പോൾ. ആദ്യത്തിൻ്റെ 600 പിന്നീട് 700 എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. 700 ആ രീതിയിൽ പോകുമ്പോൾ അത് എപ്പോഴെങ്കിലും ഒരു ക്ലാസ് ഉണ്ടാവും. അതിൻ്റെ ഒരു ക്ലാസ് എടുക്കുക, വന്ന് ഒപ്പിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ 2000-ൻ്റെ ഉള്ളിൽ നമ്മൾ അപ്പോൾ അത് കാശ്മീർ വാങ്ങുക, അങ്ങനെയുള്ളൊരു വിഷയങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ അതൊരു നമ്മളെ ലൈഫിൽ നമുക്കൊരു വരുമാനമില്ലാതെ വേറെ ജോലിക്കൊന്നും ഇൻകം പരിസ്ഥിതി മാത്രമാണ് മനസ്സിൽ. ഏത് സമയത്തും ഇത് തന്നെയാണ്. ഇത് വേസ്റ്റിന് എന്ത് ചെയ്യുക, വേസ്റ്റുകൾ ഏതൊക്കെ വേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പിന്നെ പഠിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിലും യൂട്യൂബ് കിട്ടുന്ന പരിചയമുള്ള പല ഹെൽത്ത് അവർക്ക് എന്തൊക്കെ അറിയാൻ പറ്റുന്നത് അവരെക്കൊന്നും പഠിക്കുക, നമുക്കറിയാവുന്നത് അവരോട് പറയുക, അങ്ങനെയൊക്കെയുള്ള കുറേ ഏതൊക്കെ വേസ്റ്റ് ഉണ്ട്. നമ്മൾ അന്നത്തെ കാലത്ത് നമ്മളൊരു പട്ടിക തയ്യാറാക്കും. ഇത് നമുക്ക് എന്തെല്ലാം നമ്മളെ നിത്യേന ജീവിതത്തിൽ എന്തെല്ലാം വേസ്റ്റ്, ആ വേസ്റ്റൊക്കെ എവിടെയാണ് എടുക്കുന്നത്. അത് മാത്രമല്ല, അത് പിന്നെ എടുത്തിട്ട് അതിൽ നിന്ന് എന്താണ് ഇൻകം, വരുമാനം എന്താണ്. അതായത് ഈ വേസ്റ്റ് കത്തിക്കാതെയും വലിച്ചെറിയാതെയും അതൊന്നും ചെയ്യാതെ ഇത് കൊണ്ടേ കൊടുത്ത ഒരു കേന്ദ്രം ഉണ്ടെന്ന്, ആ കേന്ദ്രത്തിൽ ഇത് കൊടുത്താൽ അതിന് ഇത്ര കാശ് കിട്ടുന്നു, ആ കാശ് എത്രയാണെന്ന് നമ്മൾ പഠിക്കരുത്. അതാണ് പിന്നീട് ഇതൊക്കെ പഠനം നടക്കുമ്പോഴും ഏകദേശം കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ വന്നൊരാശയം നമ്മൾ ശുചിത്വ മിഷൻ്റെ ഒക്കെ ആളുകളുമായിട്ട് ഷെയർ ചെയ്യും. അത് എന്താണെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ 7 സിവിൽ സ്റ്റേഷനാണ്. 7 സിവിൽ സ്റ്റേഷന് കളക്ട്രേറ്റ് അടക്കം, അതില്ലാതെ തന്നെ 7 എണ്ണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ സർക്കാർ ഓഫീസ് ഇപ്പോൾ മലപ്പുറം കളക്ട്രേറ്റിലൊക്കെ അന്നത്തെ ഒരു സമയത്ത് 2015 ഞാൻ രാവിലെ 6:30-7 മണിക്ക് CPS വരും. അവർ വന്നിട്ട് എല്ലാ ഓഫീസിലും വൃത്തിയാക്കിയിട്ട് പിന്നെ അവർ അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കൊട്ടയിൽ വേസ്റ്റ് പേപ്പറുകളും കുപ്പിയും എല്ലാ സാധനങ്ങളും, അന്നൊന്നും ഇത്ര ബോട്ടിലുകളൊന്നുമില്ല, എന്നിരുന്നാലും പിന്നെ പശക്കുപ്പി, മഷിക്കുപ്പി, അങ്ങനെയുള്ള കുപ്പികൾ, ബോട്ടിലുകൾ, വേസ്റ്റ് പേപ്പർ എല്ലാം കൊണ്ട് ഒരു കൊട്ടയും കൊണ്ട് അവർ പുറത്ത് ഇറക്കും. ഇങ്ങനത്തെ ഓഫീസിൻ്റെ പുറകിൽ അവർക്കൊരു കേന്ദ്രം ഉണ്ടാവും. എല്ലാവർക്കും ഓരോ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അത് പഴയ ഫോട്ടോസൊക്കെ ചിലതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. എല്ലാവർക്കും ഈ സിവിൽ സ്റ്റേഷൻ്റെ എല്ലാ സിവിൽ സ്റ്റേഷനിലും
പ്രത്യേകിച്ച് മലപ്പുറം കളക്ടറേറ്റിലൊക്കെ ഓരോ കേന്ദ്രങ്ങളുണ്ടാവും. ആ കേന്ദ്രങ്ങളിൽ ഇവരിത് കൊണ്ടുപോയി കൊടുക്കും. അത് സ്ഥിരമായിട്ട് അവർ അവിടെ ഇട്ടുകൊണ്ട് അതിനവർ തീപ്പെട്ടിയും സിഗരറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ട് അത് അവിടെ ഇട്ട് കത്തിക്കും. ഇത് കത്തിച്ചിട്ട് ഒരു 8 മണി 9 മണി വരെ ഇതങ്ങനെ പുകഞ്ഞ് എല്ലായിടത്തുനിന്നും പുകയും ഉണ്ടാവും. ഇവിടെ എവിടെ വന്നു കഴിഞ്ഞാലും പുകയും ഉണ്ടാവും. എന്നിട്ട് ചില കേസിൽ ഇവർ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ചിലർ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാറ്റടിച്ചിട്ടും ഈ കരിയിലകളും കത്തി നിൽക്കുന്ന സംഭവങ്ങളും മുഴുവൻ പരന്നിട്ട് ഇവിടെ കാടിന് തീരും. ഞാൻ ഇവിടെ ശുദ്ധവിഷം പറയുമ്പോൾ ഇതിൻ്റെ അകത്തായിരുന്നു, പുറത്താണ്, ഇതിൻ്റെ കുന്നുമ്മൽ ആണ് ശുദ്ധവിഷം വരുന്നത്. ഞാൻ അവിടെ വന്നിട്ട് രാവിലെയൊക്കെ വന്ന് ചില ക്ലാസ്സിനും കാര്യത്തിനും പോകാൻ വേണ്ടി വരുമ്പോൾ ഇതിൻ്റെ അകത്ത് കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന സീനുണ്ട്. അങ്ങനെയാണ് ഞാൻ അതിന് മുമ്പ് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിന് ഓരോന്നിനും എന്ത് വില കിട്ടും, ഓരോന്നും എങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം, എവിടെ കൊടുക്കണം എന്ന്. അപ്പോൾ ഞാൻ അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു, സൂയിസ് മിഷനോട് പറഞ്ഞു ഈ ക്ലാസ് എടുക്കൽ ഞാൻ ചെയ്യാം, ഇടയ്ക്ക് അത് എപ്പോഴെങ്കിലും ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു വരുമാനം വേണം. ആ വരുമാനത്തിനായിട്ട് നിങ്ങൾ ഈ കത്തിക്കുന്ന വേസ്റ്റ് മുഴുവൻ ഇപ്പോൾ ഞാനെടുത്തിട്ട് ഞാനത് വിശ്വസിക്കാനായിട്ട് അപ്പോൾ നമുക്കൊരു വരുമാനമാവും, ഇവിടെ ക്ലീൻ ആവും ചെയ്യും, കത്തും. പിന്നെ ഞാനതിന് ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ഈ സർക്കാർ ഓഫീസുകളും സർക്കാർ സ്ഥാപനങ്ങളും എല്ലാ സ്ഥലത്തും വേസ്റ്റ് വലിച്ചെറിയുക, അവർക്ക് നിയമം ബാധകമല്ല. അതേസമയം പൊതുജനങ്ങളെ മുകളിൽ പോയിട്ട് അവർക്ക് പറയുന്നത് അവരോട് കത്തിക്കൊടുക്കുക പറയുന്നത് ഇതെന്താണ് ഇതിൻ്റെ യുക്തി എന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ. കാരണം നേരെ ഉള്ളൊരു പോക്ക് കൂടി ഞാൻ പറഞ്ഞു അത് ഞാൻ എടുക്കാണ്. അപ്പോൾ അവർ അത് എടുക്കാൻ പറ്റില്ല, എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് അതിന് കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ട്, അത് പിന്നീട് ഞാൻ പഠിച്ചു മനസ്സിലാക്കി. എന്നിരുന്നാലും ഒറ്റയടിക്കുന്നോട് പറഞ്ഞ ഒരു വ്യക്തിനോട് പറഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾ തുണിസഞ്ചി അടിച്ചിട്ട് തുണിസഞ്ചി അതിൻ്റെ സൈഡൊക്കെ നടത്തിയാൽ മതി, മറ്റുള്ള കാര്യത്തിൽക്കൊന്നും ഇടപെടേണ്ടത്. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഞാൻ തുണിസഞ്ചി അടിച്ചിട്ടോ എങ്ങനെയോ അതിൻ്റെ കുറച്ച് കാര്യമാണ്. അത് ഞാൻ പിന്നെ അതൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് എടുക്കുകയും സമയത്ത് അതൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് എടുക്കുക. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും നോക്കി അങ്ങനെ ഞാൻ ഈ സംഭവം ഈ പ്രൊജക്റ്റ് സാധിക്കാത്ത കാര്യം. ഓക്കെ, ഞാൻ ആ സംഭവം അവിടുന്ന് മാറ്റി വെച്ചു. പക്ഷേ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ ചോദിച്ചതിന് ഒരു ഉത്തരം തരുന്നില്ല. അതായത് എന്തുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും കത്തിച്ച് ജനങ്ങൾക്ക് മാത്രം ഫൈനും കാര്യങ്ങളും വരാനുള്ള കാരണം? അതേ സംഭവം അവർ ആ ഭാഗത്തു നിന്നൊന്നും ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഒരു ദിവസം ഞാൻ അന്ന് കളക്ടർ അമിത് മീനാണ് ആ സമയത്ത് ഇവിടെ കളക്ടറെ സാറ് എനിക്ക് തോന്നുന്നു 3-ാമത്തെ വർഷം 2.5 വർഷം കഴിഞ്ഞു, 2.5 വർഷത്തിലൊക്കെയാണ്. അപ്പോൾ പോകാനായിട്ടുണ്ട് സാർ തിരിച്ചു വരണം, അത്രയും ടൈമായിട്ട്. നമ്മളെ ആ സമയത്തൊന്നും ഒരു കളക്ടർ ഓഫീസിൽ പോലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഏജ് വരെ ഞാൻ ഒരു കളക്ടറുടെ ഓഫീസിൻ്റെ അകം പോലും കാണാത്തത്. അത്രത്തോളം നമുക്ക് അതിൻ്റെ ഒരു ആവശ്യങ്ങൾ വന്നില്ല. പക്ഷേ ഒരു ദിവസം ഒരു വൈകിട്ട് ഞാൻ എൻ്റെ ഒരു മിഷൻ്റെ ക്ലാസ് കഴിഞ്ഞ് 5 മണി കഴിഞ്ഞു, അതായത് ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് ഇതേ കളക്ടറിൻ്റെ എല്ലാ ഓഫീസുകളും ആളുകളും ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ പോകും. ഇന്നൊരു ലേഡിയാണ് ചെയ്യുന്നത്. അവർ തന്നെ നേരം വൈകിട്ട് എന്നുള്ള നിലക്ക് ബാഗ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ ഞാൻ കളക്ടറെ കാണുന്ന ശരിക്കും പറഞ്ഞാൽ ഞാനതിൻ്റെ ഒരു കളക്ടറെ കാണുന്ന പ്രൊസീജിയർ എന്താണെന്ന് നമുക്കറിയാം. ആ ഒരു കാരണം അത്രയും ഒരു ടെൻഷൻ ഉണ്ടായി. കാരണം ഒരു ജോലി എന്ന് പറയാൻ നമുക്ക് ഇതാണ് പരിസ്ഥിതി ഇതുമായിട്ട് ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ ഇതിൽ പറയുന്ന പ്രൊജക്റ്റുകൾക്കൊക്കെ നോ 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 എന്ന് നമ്മൾ ഇനി ലാസ്റ്റ് എനിക്ക് പറയാനുള്ളൊരു കളക്ടറോടാണ്. അതൊക്കെ പറയാനുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പി എനെ കണ്ടു, പി എ പറഞ്ഞു എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളക്ടർ സാറിനെ കാണാനാണ് പോവുകയല്ലേ, കാര്യമില്ലല്ലോ സാറെ പോകാനായിട്ടില്ലെങ്കിലൊന്ന് കാണാം. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് കത്തിക്കാതെ ഇതെനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, അതൊന്ന് പറയാനാണ്. അപ്പോൾ മാഡം ആ പോകുന്ന അവരൊക്കെ ഇപ്പോൾ റിട്ടയറായി പോയി. അവർ ആ പോകുന്ന സമയത്ത് പറഞ്ഞൊരു ഒരു ബൈക്ക് വന്നിട്ട് പേന വന്നിട്ട് ഇതിലൊന്ന് എഴുതി തരിക. അവർ തിരിച്ചു പോയിട്ട് അവരുടെ മാച്ചിന് ഒരു ബൈക്ക് പേന ഈ ഇപ്പോൾ പറഞ്ഞ കാര്യം എഴുതി തരിക. എനിക്ക് പെട്ടെന്ന് ഇത് പ്രൊസീജിയർ അറിയില്ല. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇത് എഴുതാനും അപേക്ഷ എഴുതാനും ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു മൈൻഡില്ല. ഞാൻ അവരോട് അതേ ടോക്ക പറഞ്ഞു, ഇതൊന്നും എഴുതാനോ അപേക്ഷ എഴുതാനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് കാര്യം എന്ന് പറഞ്ഞിട്ട് നടക്കുമോ നടക്കൂലേ അതറിയാൻ മാത്രമേ താല്പര്യമുള്ളൂ.
അങ്ങനെ അവർ ആ പേപ്പർ വരുന്നു. ഞാൻ മാഡം എന്നോട് പറഞ്ഞു, ഇതിൻ്റെ ഒരു രീതിയാണ്, നിങ്ങൾ എന്തിനാണ് കളക്ടറെ കാണുന്നത് എന്നുള്ളത്. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ പലർക്കും അറിയില്ല. അപ്പോൾ കളക്ടറെ കാണാൻ പോകുന്നത്, ആ പോകുന്ന വ്യക്തി എന്തിനാണ് ചെന്നിട്ടുള്ളത് എന്നുള്ള അവിടെ എഴുതി വ്യക്തമായിട്ട് കൊടുക്കും. അത് പിന്നീടാണ് അതിൻ്റെ ആ സീരിയസ്നെസ്സും കാര്യങ്ങളും. ഞാൻ രണ്ടുപേരിൽ കാര്യങ്ങൾ എഴുതി, ഞാൻ ആ കാര്യം എഴുതിയ കാര്യം വെച്ചിട്ട് നേരെ തിയേറ്ററിൽ എഴുതി. ഈ അപ്പം തന്നെ അത് തന്നെ അവരെ ബന്ധപ്പെട്ട ആൾക്കാർ ഒരു 5 മിനിറ്റ് പോലും സമയത്തില്ല എന്നോട് സാധനം. അത് ശരിക്കും പറഞ്ഞാൽ എന്തോ കുറച്ച് വർക്ക് കൂടുതലുള്ളതുകൊണ്ട് ഇരുന്നതാണ് അന്ന്. പക്ഷെ ഞാൻ ചെന്ന് ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞാൻ എല്ലാം അതിൽ സാർ എന്തായാലും ഒരു അരമണിക്കൂറിലധികം ഞങ്ങളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ശരിക്ക് ഇതിൽ അന്ന് ഇങ്ങനെ വേസ്റ്റ് അന്നൊന്നും മുനിസിപ്പാലിറ്റി എവിടെയും എടുക്കൽ തുടങ്ങിയിട്ടില്ല, എവിടെയും ആരും വേസ്റ്റ് കൊണ്ടുപോകലും തുടങ്ങിയിട്ടില്ല. ഓഫീസുകളിൽ എല്ലാവരും കത്തിക്കുന്നു. അപ്പോൾ ഈ സംഭവം കേട്ടപ്പോൾ സാറിന് അത് ഭയങ്കര താല്പര്യം തോന്നി. കാരണം പിന്നീട് സാറ് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങളങ്ങനെ എടുക്കുകയാണെങ്കിൽ, അതായത് നമുക്ക് പറഞ്ഞാൽ അപ്പം ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ കീറിക്കളഞ്ഞ പേപ്പർ ഒരു ഓഫീസിൽ നിന്ന് ഒരു ദിവസം എന്താണോ അവരുടെ വേസ്റ്റ് ബക്കറ്റിൽ വരുന്നത്, അതാണ് ആ വേസ്റ്റിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് സാറിന് ഇൻട്രസ്റ്റ് ആയി. സാറ് പറഞ്ഞു, എന്നാൽ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് എന്തായാലും വേണ്ട സൗകര്യം. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്കത് കൊടുന്ന് വെക്കാനൊരു സ്ഥലം വേണം. അതായത് ഇത് നമ്മൾ ഡെയിലി കളക്ട് ചെയ്യല്ല. നമ്മൾ ആദ്യം ഞാൻ എൻ്റെ മനസ്സിലുള്ള ഐഡിയ മുഴുവൻ സാറിനായിട്ട് ഇടുക. അതാണ് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളൂ. കാരണം നമ്മളൊരു പ്രൊജക്റ്റായിട്ട് ഒരു 5-6 പേജ് എഴുതുകയെ അങ്ങനെ എഴുതിയിട്ട് ഒരു ഫയലായിട്ട് കൊണ്ടുവരുമെന്നല്ല, നമ്മളങ്ങനെ കറക്റ്റായിട്ട് പറയണം. ഓരോ സീന് ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്. ഞാൻ പോയിട്ട് ഓരോ ഓഫീസിലും ക്ലാസ് എടുക്കും, ഇതെങ്ങനെ ചെയ്യണമെന്ന് പറയും, ഇത് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനുശേഷം അവർക്ക് ചാക്ക് കൊടുക്കും, 2 ചാക്ക് കൊടുക്കും. പ്ലാസ്റ്റിക് വേറെ, മറ്റുള്ള സാധനങ്ങൾ ഇപ്പോൾ പേന അങ്ങനത്തെ സാധനങ്ങൾ വേറെ, പേപ്പർ വേറെ ഇടാൻ പറയും. എന്നിട്ട് ഞാനത് നിറഞ്ഞു വരുമ്പോൾ ഞാൻ കളക്ട് ചെയ്യും. അത് കൊടുന്ന് വെക്കാൻ റൂം സൗകര്യം വേണം. അങ്ങനെ നമുക്ക് കിട്ടിയത് നമ്മളെ ഇതിന് 3 ബ്ലോക്ക് ഉണ്ട് ഇവിടെ, B1, B2, B3 ആയിട്ട് ഒരുപാട് ഓഫീസുകൾ. മലപ്പുറം ജില്ലേൻ്റെ സിവിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം സ്ഥലമുണ്ട്, ഒരുപാട് ഓഫീസുകളും ഉണ്ട്. അപ്പോൾ ഇതിലൊരു ബ്ലോക്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു സ്പേസ് ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ലിഫ്റ്റിൻ്റെ ഉപയോഗത്തിന് എന്തോ പണ്ടുണ്ടാക്കിയതാണ് തോന്നുന്നു, 3 നിലയുള്ള ബിൽഡിങ്ങാണ്. അതിൽ ആ ഒരു ഒഴിഞ്ഞ സ്പേസാണ്. കാരണം നമ്മൾ ഇവിടെ വന്നിട്ട് പെട്ടെന്നൊരു കെട്ടിടമെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടൂല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആ ഒരു സ്പേസ് ചോദിച്ചു. അതാകുമ്പോൾ മഴ നമ്മളെ ആവശ്യം എന്താ വെച്ചാൽ മഴ നനയരുത് എന്നുള്ള. അങ്ങനെ സാറ് അത് പിറ്റേന്ന് സ്റ്റാർട്ടിങ് കളക്ടറേറ്റിൽ തന്നെയാണ് ക്ലാസ് എടുത്ത് തുടങ്ങിയത്. ഞാൻ തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ എഴുതിണ്ടാക്കിയിരുന്നു. അതായത് ഒരു മാർഗരേഖ, അതായത് എങ്ങനെയാണ് വേസ്റ്റ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംഭവം എഴുതി ഉണ്ടാക്കി നമ്മൾ ടൈപ്പ് ചെയ്ത് DTP എടുത്ത് പ്രിൻ്റ് എടുത്തിട്ട് അതിലിതിനൊരു മാർഗരേഖ 10 നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 10 നിർദ്ദേശങ്ങളും പിന്നെ അതിൻ്റെ ചാക്ക് കൊടുക്കുമ്പോൾ ഇതും കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളൊരു. അതെല്ലാം അന്നൊക്കെ എങ്ങനെയാ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മളെ തന്നെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് നമ്മളെ കയ്യിലുള്ള കുറച്ച് പൈസ 50 രൂപ 100 രൂപ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ DTP കൊടുക്കുക, അത് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കോപ്പി എടുക്കണം, ഓരോ ഓഫീസിനും കൊടുക്കാൻ. അതുപോലും നമ്മളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് നമ്മൾ എഴുതിയിട്ട്. അപ്പോൾ ഈ മാർഗരേഖ പ്രകാരം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ആ മാർഗരേഖ അവിടെ പറഞ്ഞു കൊടുക്കും. പിന്നെ എല്ലാവർക്കും നമ്മൾ ആ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴും എനിക്കൊരു സർക്കുലറോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ശുചിത്വ മിഷൻ്റെ ഐഡൻറ്റി കാർഡിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ലാസ് എടുത്ത് ഫസ്റ്റ് ക്ലാസ് ADMൻ്റെ സെക്ഷനിൽ അന്നത്തെ ADMനും അന്നത്തെ ശിരസ്കാരെന്ന് ഞാൻ ഇപ്പോൾ 8 കൊല്ലം കഴിഞ്ഞാലും ഞാൻ മറന്നിട്ടില്ല. കാരണം അവർ വലിയൊരു സപ്പോർട്ടായിരുന്നു ആ കാലത്ത്. അവർ എന്നല്ല എല്ലാം, കാരണം എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം വേസ്റ്റ് ക്ലാസ്സുകൾ ഇവർ കുറേ കണ്ടിട്ടുണ്ട്. അന്ന് ഹരിത കേരള മിഷൻ വന്നിട്ടില്ല, വന്ന് സ്റ്റാർട്ടിങ്ങാണ്. എനിക്ക് തോന്നുന്നു 2017 ഹരിത കേരള മിഷൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശുചിത്വ മിഷൻ്റെ ഓഫീസിൻ്റെ ഉള്ളിൽ ഹരിത കേരള മിഷൻ്റെ കോർഡിനേറ്റർ വന്നിട്ട് ഇങ്ങനെ വാഹനമില്ല അദ്ദേഹത്തിന്, റൂമായിട്ടില്ല, ഓഫീസായിട്ടില്ല. അപ്പോൾ അവിടെ അങ്ങനെ വന്നിട്ടൊരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആ സീനൊക്കെ ഇപ്പോഴും ഇന്നിപ്പോൾ നമുക്ക് ഹരിത കേരള മിഷന് ഓഫീസുണ്ട്, കോർഡിനേറ്റർ ഉണ്ട്, ഇഷ്ടംപോലെ ആളുകൾ, സ്റ്റാഫുണ്ട്. അങ്ങനെ വലിയൊരു സെറ്റപ്പിൽ അവരെത്തി. പക്ഷെ ഞാൻ അന്നത്തെ ആ സീനെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അന്നത്തെ ഹരിത കേരള മിഷൻ്റെ ആ ശുചിത്വ മിഷനിൽ വരുന്ന അവസ്ഥ
പിന്നെ നമുക്ക് അന്നത്തെ അമിത് മീന സാറ് കളക്ടർ, ഇപ്പോൾ റിട്ടയർ ചെയ്ത പാലക്കാടുകാരനായിട്ടുള്ള വിജയൻ സാറായിരുന്നു ADM, ഗീത കാണിശ്ശേരി എറണാകുളത്തുള്ള അവരായിരുന്നു സുഹൃത്താണ്. ഒരു ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു രാവിലെ ചെല്ലുന്നു, അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ ഹെഡിനെ പോയി കാണുന്നു, ഞാനിങ്ങനെ ഇന്ന ആളാണ്, ഇങ്ങനെ കളക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ് എടുക്കാനാണ്, നാളെ തൊട്ട് കൊടുത്ത വേസ്റ്റ് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അവർക്ക് ഒന്ന് അത്ഭുതം, രണ്ട് ഈ വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ വരുന്നത്. അപ്പോൾ പിന്നെ അതും കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല, ഒരാളും വന്നിട്ടില്ല. ക്ലാസ് എടുക്കാൻ ഇടക്കും നിലക്കും അതും തന്നെ ഒരു ഓഫീസിൽ നിന്ന് ഒരാളാണ് അന്നൊക്കെ ക്ലാസ് കേൾക്കാൻ പോവുക. ഈ ഷൂട്ട് മെഷീനിൽ ക്ലാസ്സിൻ്റെ പറഞ്ഞിട്ട് വിളിക്കും. അവിടെ കുറേ സ്റ്റീൽ പാത്രം, സ്റ്റീൽ ഗ്ലാസ്, അങ്ങനത്തെ കുറേ നമ്മളുണ്ടല്ലേ. എൽത്തേര് വന്നു കഴിഞ്ഞാൽ അവരോട് പറയും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ചിരട്ട കമ്മിറ്റി ഇടണമെന്നറിയും. ഈ ചിരട്ട കമ്മിറ്റിയിൽ എല്ലാ കൊല്ലം വന്ന് പറയുന്നതാണ്. അങ്ങനത്തെ കുറേ ഒരു സീനായിരുന്നു ആ കാലത്തൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇത് ഓരോ ഹെഡിനെ പോയി കാണും. അവിടുത്തെ ആളുകളോട് ആ ഓഫീസിലുള്ള 10 15 എത്ര പേരാണെന്ന് വെച്ചാൽ അവരോട് നമ്മൾ എന്ത് പറയും, ഒരു 10 മിനിറ്റ് നിങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അവിടെ വെച്ചിട്ട് ഒന്ന് നിന്നിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അവിടെ നിന്നുകൊണ്ട് എല്ലാവരും കാണത്തക്ക രീതിയിൽ ഞാൻ കാര്യങ്ങൾ അതിന് മൈക്കും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മളാ എത്ര വലിയ ഓഫീസാണെങ്കിലും നമ്മളവിടെ നമ്മളെ കാര്യം അവർക്കൊക്കെ കേൾക്കാവുന്ന രീതിയിൽ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 10 നിർദ്ദേശങ്ങൾ, പിന്നെ നമ്മൾ ചാക്ക് കൊടുക്കുന്ന അതിൻ്റെ സിസ്റ്റം എങ്ങനെയല്ല. ചാക്ക് അങ്ങോട്ട് തരുമ്പോൾ നമ്മൾ അവരോട് പറയുന്നത് എന്താ വെച്ചാൽ ഒരു 2 ചാക്ക് 4 ചാക്കെങ്കിലും മിനിമം. അത് അവർ ഓഫീസിലെ സ്റ്റാഫിൻ്റെ ഇതിനനുസരിച്ച്, സ്ട്രെങ്ത്തിനനുസരിച്ച്. കൂടുതൽ ആളുണ്ടെങ്കിൽ ഒരു 5 ചാക്കോ 6 ചാക്കോ വേണ്ടി വരും. കുറച്ച് ആളാണെങ്കിൽ 4 ചാക്ക്. അപ്പോൾ 2 ചാക്ക് നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ പകരം 2 ചാക്ക് നമ്മൾ അവർക്ക് കൊടുക്കും. അങ്ങനെയായിരുന്നു ആ സിസ്റ്റം. അവരാദ്യം ചാക്ക് വാങ്ങിയേക്കാം. ഒരു ചാക്കിനാകെ അന്നും 5 രൂപയുള്ളൂ, ഇന്നും 5 രൂപയുള്ളൂ. അപ്പോൾ അത് നമ്മളെന്ത് ചോദിച്ചാൽ അവർ 2 ചാക്ക് വരുമ്പോൾ പകരം നമ്മളെ കയ്യിൽ 2 ചാക്ക് അവർക്ക് തിരിച്ചു കൊടുക്കും. ഇതായിരുന്നു സിസ്റ്റം. പിന്നെ ആ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് ക്ലാസ് ADMൻ്റെ ആ സെക്ഷനിൽ എടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ ADMനെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളെങ്ങനെ ഇത്ര നല്ല ഇതിൽ ഇത്ര പെട്ടെന്ന് ഇത് കാണാതെ പഠിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ എഴുതിയുണ്ടാക്കി നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് നമ്മളെ പ്രൊജക്റ്റാണ്, ഓൺ പ്രൊജക്റ്റാണ്. അപ്പോൾ അത് കളക്ടറായിട്ട് പറഞ്ഞപ്പോൾ കളക്ടറേറ്റ് എന്ന സമ്മതം കിട്ടുമ്പോൾ പിന്നെ നമുക്കിനിപ്പോൾ ഇതൊന്ന് വേറൊന്ന് എഴുതി നോക്കി വായിക്കേണ്ട കാര്യമില്ല. അതായിരുന്നു ആദ്യത്തെ പ്രശംസ. കാരണം നമുക്ക് കിട്ടിയ ഒരു ബൂസ്റ്റിംഗ് ആണ്. കാരണം അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു നല്ലത് പറയുമ്പോൾ നമുക്കതൊരു വലിയൊരു പ്രചോദനമാണ്. പിന്നെ നമ്മളങ്ങോട്ട് വർക്ക് ചെയ്തു. കാരണം കളക്ടറേറ്റിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി വേറെ അത് അപ്പോഴേക്ക് സ്പ്രെഡായിട്ടുണ്ട്, എല്ലാ ഓഫീസിലും അറിയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ശുചിത്വ മിഷനെ അന്നാണ് അറിയുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവർ ഇങ്ങനെ ശുചിത്വ മിഷൻ ക്ലാസ് എടുക്കുന്ന ഒരിക്കലും ഇത്രയും പലരും പല ഓഫീസുകളിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ശുചിത്വ മിഷൻ്റെ ഐഡൻറ്റി കാർഡിൽ റിസോഴ്സ് പേഴ്സണായിട്ട് ചെന്നിട്ട് അവർ ഒരാൾ നാളെ തൊട്ട് വേസ്റ്റ് എടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ ചോദിക്കുന്നത് ശുചിത്വ മിഷന് ഇതൊക്കെ ചെയ്യുമോ, ശുചിത്വ മിഷന് ഇങ്ങനെയൊക്കെയുള്ള വർക്ക് ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര സംശയം. ശുചിത്വ മിഷൻ എവിടെ ഓഫീസെന്ന് ചോദിച്ച ആളുകൾ, ഏത് ഭാഗത്ത് അവർ ഓഫീസുണ്ട്. എന്തായാലും നമ്മളെ വർക്കുമായിട്ട് മുന്നോട്ട് പോകുക തന്നെയായിരുന്നു. അതിൽ ഭയങ്കര ഇതായി. നമ്മൾ ആ സമയത്തൊന്നും നമ്മളതിലൊരു വാഹനമല്ല, സാധാരണ ഒരു ഗുഡ്സ് ഓട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് നിങ്ങൾക്കൊക്കെ അറിയണ്ടാവും. സ്ക്രാപ്പുകാർ ഒക്കെ അങ്ങനത്തെ രീതിയിലല്ല നമ്മളൊരു എക്സിക്യൂട്ടീവായിട്ട് നമ്മൾ തന്നെ പല സമയത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് ഉള്ള ഓഫീസറാണെന്നുള്ള ലെവലിലാണ്. കാരണം ആർക്കും മനസ്സിലാകുന്നില്ല ഇയാൾ തന്നെയാണ് ഇത് ചെയ്യുക അല്ലെങ്കിൽ ഇയാൾ ചെയ്യും. പിന്നെ ഒരു വാഹനമോ കാര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓരോ ആഴ്ച കഴിയുമ്പോൾ ആദ്യം കളക്ടറേറ്റിൽ നിന്ന് തന്നെ ക്ലാസ് തുടങ്ങി. കളക്ടറേറ്റിൽ നിന്ന് തന്നെയാണ് ആദ്യമായിട്ട് എല്ലാ സെക്ഷനിലും, ഈ കാണുന്ന എല്ലാ സെക്ഷനിലും ഇങ്ങനെ യു ഷേപ്പിലുള്ള എല്ലാ ഓഫീസുകളിലും ചാർട്ടും കാര്യങ്ങളും വെച്ച് നമ്മളത് കളക്ട് ചെയ്തു. നമ്മൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് പിന്നെ എൻ്റെ പ്രൈവറ്റ് വാഹനം തന്നെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന കാറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിലൊക്കെയാണ് ഞാനത് ചില സമയത്ത് എടുത്തിട്ട് വന്നിരുന്നത്. അതൊക്കെ ഇവിടെ പലരും എന്നോട് പറയാറുണ്ട്, ഓഫീസുകളിൽ നിന്ന് പറയാറുണ്ടായിരുന്നു. CCTV ക്യാമറയിലുണ്ടല്ലോ നിങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ സാധനം, അപ്പോൾ എന്താ നിങ്ങൾക്ക് വാഹനമൊന്നും ഇല്ലേ? നമ്മൾ വാഹനം എടുക്കാനുള്ളൊരു അങ്ങനത്തെ ഒരു ബിസിനസ് മൈൻഡിലല്ല ഞാൻ വന്നിട്ടുള്ളത്.
അതായത് നമ്മളൊരു ഗുഡ്സ് വാഹനം എടുക്കുക, കുറച്ച് പണിക്കാരെ വെക്കുക. ഞാനിത് സ്വന്തമായിട്ട് എൻ്റെ ഐഡിയ ഇത് എത്രത്തോളം സക്സസ് ആവും, എത്രത്തോളം ഇത് മുന്നോട്ട് പോകുന്നുള്ള നോക്കാൻ എന്നുള്ള ഒരു ഇതിലാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊന്നും ഇതിനൊരു സർക്കുലർ, ഒരു ഉത്തരവ്, അതായത് എനിക്കൊരു ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നായിട്ട് സഹകരിക്കണം എന്ന് പറയുന്ന ഒരു സർക്കുലർ എൻ്റെ കയ്യിലുണ്ട്. പിന്നീട് ഒരു 6-7 മാസം എൻ്റെ ഓർമ്മയിൽ 2016 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഒരുപാട് കഴിഞ്ഞിട്ട് ചിലപ്പോൾ 2017 ഫസ്റ്റ് ഇതിലൊക്കെ ആയിരിക്കും കളക്ട്രേറ്റിൽ നിന്ന് ഒരു സർക്കുലറായിട്ട് എൻ്റെ പേരിൽ ആ സെക്ഷനിൽ നിന്ന് ഒരു സർക്കുലർ ഇറക്കി. എൻ്റെ പേര്, എൻ്റെ മൊബൈൽ നമ്പർ ഒക്കെ, ആ നമ്പർ ഇനി മാറ്റാൻ പാടില്ല എന്നോട്. ആ നമ്പർ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം, നിങ്ങൾ ഇന്ന നമ്പറാണ് കൊടുക്കുന്നത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ നമ്മളാ പ്രവൃത്തി ജില്ലയിൽ മൊത്തം ചെയ്തുകൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്ത് നോക്കാം. അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് എടുത്ത് ആടി എല്ലാ താലൂക്ക് കൂടിയും പോകാൻ പെട്ടെന്ന് കഴിഞ്ഞോളണമെന്നില്ല. പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എന്നിട്ട് മെല്ലെ മെല്ലെ നമുക്ക് വിപുലീകരിക്കാം. അതിനുള്ള വളണ്ടിയേഴ്സിനെ നമുക്ക് സംഘടിപ്പിക്കാം. പിന്നെ റെമ്യൂണറേഷന് ഇതിൽ നിന്ന് കൊടുക്കാമെന്നുള്ള ഇതിലാണ് ഞാനെപ്പോഴും. എനിക്ക് എന്നോട് പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ, ഈ സംഭവം കളക്ടറോട് സംസാരിക്കണം എന്ന് തന്നെ കളക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്നൊരു ശമ്പളം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയില്ല. ഫസ്റ്റ് പറഞ്ഞ കാര്യം, നിങ്ങൾക്കൊരു ശമ്പളം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്നോ വേറെ എവിടുന്നെങ്കിലും തരാം. പക്ഷേ ഭാവിയിൽ നിങ്ങളെ മനസ്സിലാക്കിയതിന് ശേഷം, നിങ്ങളെ പ്രവൃത്തി വർക്കൊക്കെ അറിഞ്ഞതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ മറ്റുള്ള ശുചിത്വ മിഷനൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അതിന് നിങ്ങൾക്കൊരു വരുമാനം, ഒരു റെമ്യൂണറേഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് ആക്കാം. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, നിങ്ങൾക്കൊരു ഫണ്ട് ഇതിനു വേണ്ടിയിട്ട് പെട്ടെന്ന് വെച്ച് തരാൻ കഴിയും. പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ നിങ്ങളെ വർക്കിന് ഫണ്ടോ വാഹനമോ എന്താ വേണ്ടത് വെച്ചാൽ അതിനുള്ള അതും ഇതുപോലുള്ള സംവിധാനങ്ങൾക്ക് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും കളക്ടറുടെയും കൂടിയും കുറേ ഐഡിയാസ്, കളക്ടർ അന്നത്തെ കുറേ നിർദ്ദേശങ്ങൾ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് നമുക്ക് ചെയ്തത്. എത്രയോ മാസങ്ങൾക്ക് ശേഷം സർക്കുലർ വന്നു. സർക്കുലർ വെച്ചിട്ട് നമ്മൾ ഈ കാണുന്ന മലപ്പുറം ജില്ലാ കളക്ടറേറ്റ് അടക്കമുള്ള സിവിൽ സ്റ്റേഷനിലെ എല്ലാ ഓഫീസുകളിലും കൃത്യമായിട്ട് ഫാസ്റ്റായിട്ട്, അതായത് ഒരു ദിവസം പോലും നമ്മൾ മടി കാണിച്ചിരിക്കുകയോ ബ്രേക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. എല്ലാ വർക്കിംഗ് ഡേയ്സിനും എല്ലായിടത്തും. വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത സെക്കൻഡ് സാറ്റർഡേ സൺഡേ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തൊരു ബിൽഡിങ്ങിൽ ചെറിയൊരു സ്പേസിലായിരുന്നു സാധനങ്ങൾ വെച്ചിരുന്നത്. അത് പിന്നീട് കുറേ ആൾക്കാർ ഇവരെ പേപ്പർ വേസ്റ്റും കാര്യങ്ങളും തന്നെ നമ്മളവിടെ കൊടുന്ന് വെച്ചിട്ട് ഞായറാഴ്ചകളിലും സെക്കൻഡ് സാറ്റർഡേകളിലും സൺഡേ ഒക്കെ ഇരുന്നിട്ടാണ് നമ്മളിത് തരംതിരിക്കും, ചാക്കാക്കണം, വേഗം ഇത് പോകണം. നമ്മളും പിന്നെ നമ്മളെ സഹായിക്കുന്ന 1-2 വളണ്ടിയേഴ്സ് മീൻസ് നമ്മളെ ഫ്രണ്ട്സ് തന്നെ, അവരുടെ വളണ്ടിയേഴ്സായിട്ട് കണക്കാക്കിയിട്ട് അവരെയും വിളിച്ചിട്ട് ഇത് സെഗ്രിഗേഷൻ അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഇങ്ങനെ ഇന്ന സാധനം. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അത് ചെയ്യുക. ഓരോ സാധനം അവരിങ്ങനെ സംശയം ചോദിക്കും. അപ്പോൾ അവർക്ക് പറഞ്ഞു അത് ഇന്ന ചാക്കിലിടണം, അത് ഇന്ന ചാക്കിലിടണം. അങ്ങനെ നമ്മളിതൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇത് നമ്മൾ ഈ കമ്പനികളിലേക്ക് പോകാനെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റക്ക് കമ്പനിക്ക് അയക്കാനുള്ള അത്രത്തോളം സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. വളരെ കുറഞ്ഞേ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നു. കാരണം ഇത് സ്റ്റാർട്ടിംഗ് ആണ്, പലർക്കും അറിയില്ല. ചിലരോട് ചാക്കൊക്കെ കൊടുത്തിട്ട് വെക്കാൻ പറഞ്ഞാലും വിശ്വാസമില്ലായിട്ട്, അതായത് കൊണ്ടുപോകില്ല എന്നാണ് അവരുടെ ധാരണ. അവർ വീണ്ടും കത്തിക്കും. അന്നത്തെയൊക്കെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ വരണം, എന്നിട്ട് ഈ കത്തിക്കുന്നവരൊക്കെ പോയാണ്ട് ബോധവൽക്കരിക്കണം. അപ്പോൾ ഈ ചിലർക്ക് അതൊരു ഹരമായിരുന്നു. ചില PTSന് അവർക്ക് കത്തിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ കുറേ പറയും. പിന്നെ നമ്മൾ പരാതിയായിട്ട് ADMൻ്റെ അടുത്ത് ചെല്ലും. ഇപ്പോൾ ADM ഏത് ഓഫീസാണ് ചോദിക്കും. എന്നിട്ട് അവിടുന്ന് വിളിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പറയും ഇന്ന ഓഫീസിൽ വിളിച്ചിട്ട് അവരോട് അവിടെ കത്തിക്കാൻ പാടില്ല എന്ന് പറയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ. ചിലതിൽ ഞാൻ സഹിക്കട്ടിട്ട്, കാരണം ആ ഭാഗത്തുള്ള ആ ബ്ലോക്കും ആ കാര്യങ്ങളിലും എല്ലാവരും കത്തിക്കുന്നുണ്ടാവും, ഒരു വ്യക്തിക്ക് മാത്രം കത്തിക്കില്ല. അവിടെയൊക്കെ ചിലപ്പോൾ ഞാൻ പോയിട്ട് വെള്ളം ഒഴിക്കേണ്ടി വന്നിട്ട്, കുപ്പിയിൽ ബോട്ടിൽ വെള്ളം കൊണ്ടുപോയിട്ട് അതിൽ ഒഴിച്ച് കണ്ട് അത് കൊടുക്കേണ്ടി വന്നിട്ട്. അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ എന്താ പറയുക, അവർക്ക് ഒരു ചിലർക്കൊക്കെ ഒരു ശത്രുതാ മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവർക്ക് മനസ്സിലായി. അവർ നമ്മളെ കാണുന്ന എന്താ, നമുക്ക് കുറേ ശമ്പളമുണ്ട്, നമ്മളെ പുറകിൽ കുറേ ഫണ്ടുണ്ട്, അപ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാനുള്ളൊരു വ്യഗ്രതയിൽ ചെയ്യാനെന്നായിരുന്നു അവരുടെ ധാരണ. പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത് ഇയാളെ ബാക്കിൽ ഫണ്ടില്ല, ഇയാൾക്ക് ശമ്പളമില്ല, ഇത് കളക്ടറേറ്റിൽ നിന്ന് തന്നെ പെർമിഷനോട് കൂടി ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം വന്നൊരു പ്രശ്നം എന്താ പറയുക, ഈ പേപ്പറുകൾ കൊണ്ടുപോകുന്ന ആളുകളെ നമ്മളിങ്ങനെ ഇത് നന്നായിട്ട് കളക്ട് ചെയ്യേണ്ടതെന്നും നമ്മളിത് തരംതിരിക്കേണ്ടതെന്നും ഇത് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നൊക്കെ മനസ്സിലായപ്പോൾ
ചില ഈഗോ പ്രോബ്ലംസ് വർക്ക് ചെയ്യും, ഇങ്ങനെ വരില്ല തുടങ്ങി. അതിൽ ആദ്യത്തെ നമ്മളെ പ്രശ്നം ഒന്ന്, നമ്മൾ റൂം വെച്ച ഭാഗം അവിടെ അവർക്ക് ബുദ്ധിമുട്ടാണ്, അത് മാറ്റണം എന്നാണ്. അതായിരുന്നു ആദ്യത്തെ പ്രശ്നം. പക്ഷേ നമുക്ക് എതിരെ വന്നതൊക്കെ നമുക്കത് പിന്നീട് എൻ്റെ ഇതിൽ ഈ സീറോ വേസ്റ്റ് മലപ്പുറമായിട്ട് ഞാൻ പോകുമ്പോൾ പിന്നീട് എനിക്കത് ഗുണമായിട്ടാണ് വന്നത്. അതായത് എനിക്കെതിരെ ഒരു പരാതിയല്ലോ. എന്താണ് പരാതി? എനിക്കെതിരല്ല, നമ്മൾ ഈ ചെയ്യുന്ന വർക്കിനെതിരെ, വ്യക്തിപരമായിട്ടല്ല, വർക്കിനെതിരെ, സീറോ വേസ്റ്റ് മലപ്പുറത്തിനെതിരെ ചെല്ലുന്ന നമുക്ക് തന്ന ആ സ്ഥലത്ത് സാധനങ്ങൾ വെക്കാൻ പാടില്ല. അവിടെ ആളുകൾ അതിൻ്റെ ചുറ്റുമുള്ള ഓഫീസിന് ബുദ്ധിമുട്ടാണ്. അതിൽ സ്മെല്ല് അന്നൊന്നും ഫുഡ് വേസ്റ്റ് എടുക്കൽ തുടങ്ങിയിട്ടില്ല. ഈ പറയുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കൽ തുടങ്ങിയിട്ടുള്ളൂ. ഈ പേപ്പർ അങ്ങനത്തെ ഐറ്റംസ് അവരത് പറയുമ്പോൾ ഞാൻ സാറിന് പരാതി എത്തും, കളക്ടറേറ്റിനെ വിളിപ്പിക്കും, ഞാൻ ചെല്ലും. സാറ് നേരിട്ടാണ് ചോദിക്കുക, കളക്ടർ നേരിട്ടാണ് ചോദിക്കുക, എന്താണ് അവിടെ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സാധനങ്ങൾ വെക്കാൻ അവർക്ക് ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ സാറിൻ്റെ കൂടെ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരെ പറഞ്ഞേക്കും കളക്ടറേറ്റിന്. അയാൾ വന്നു നോക്കും. അയാൾ വന്നിട്ട് തിരിച്ചുകൊണ്ട് സാറിനോട് പറയും, സാറേ അവിടെ അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും കണ്ടില്ല, അത് പേപ്പറും പേനയും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഓഫീസിൽ പോകുന്ന സാധനങ്ങളാണ്, അത് ഫുഡ് വേസ്റ്റ് ഒന്നും അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞു നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങളിത് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതിങ്ങനെ ഓരോരോ വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വർക്ക് നടക്കണോണ്ടാണല്ലോ അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ റൂമിന് എവിടെ ഇതിനകത്ത് എവിടെ റൂം നോക്കിയിട്ട് ശുചിത്വ മിഷൻ അന്നത്തെ കോർഡിനേറ്റർ ഒരു എടുത്തു പറയേണ്ട വ്യക്തിയായിരുന്നു. അതിൻ്റെ മുമ്പൊക്കെ നമുക്കൊരു സാക്ഷ്യപത്രം മാത്രമാണ് അവിടുന്ന് കിട്ടിയിരിക്കുന്നത്. പിന്നത്തെ കോർഡിനേറ്ററാണ് നമ്മളെ ID കാർഡ് ഇഷ്യൂ ചെയ്ത്. ആ കോർഡിനേറ്റർ തന്നെയായിരുന്നു കളക്ടറുള്ള സമയത്ത് ഉണ്ടായത്. അപ്പോൾ കോർഡിനേറ്ററോട് പറഞ്ഞിട്ട് റൂം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ അതിലേറ്റവും പറയേണ്ടത് എന്താ വെച്ചാൽ, ഇവിടുന്ന് ഈ സാധനം മാറ്റിയിട്ട് നമ്മൾ റൂം തിരഞ്ഞു നടന്നപ്പോഴാണ് അവിചാരിതമായിട്ട് നമ്മളെ മലപ്പുറം സിവിൽ സ്റ്റേഷനിലേക്ക് കവാടത്തിനരികളിലെ ഒരു സ്ക്വയറായിട്ടുള്ളൊരു സാധനം ഉണ്ടായി, ഒരു ഗേറ്റ്, ഒരു ചെറിയൊരു റൂം. സത്യം പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ ഇന്ന് ഈ ചാനലിലൂടെയാണ് പലരും മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ, ആ ഒരു റൂം ആരതാണെന്ന്, ആരുടെ അണ്ടറിലാണ് കിടക്കുന്നത്. റവന്യൂ ഭൂമിയാണ്, അതൊക്കെ. പക്ഷെ ആ റൂം ആരുടെ അണ്ടറിലാണെന്നുള്ളത് ഒരാൾക്കും അറിയില്ല. കാരണം അത് അറിയാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ അല്ലെങ്കിൽ മലപ്പുറമായിട്ട് കണക്ഷനുള്ള ആളാണ്. പിന്നെ എൻ്റെ ഒരു ചെറുപ്പകാലത്ത് ഞാൻ കാണുന്നത് അവിടെ ഒരു നമ്മളൊക്കെ ഗൂർക്ക എന്ന് പറയും, പണ്ടത്തെ കാലത്ത് ഗൂർക്ക എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു. പിന്നെ പോലീസുകാരൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ചൈന അങ്ങനെയുള്ള ആളുകളെ പോലെ തോന്നിക്കുന്ന ആൾ. അപ്പോൾ അയാളൊരു വടി പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ഒരു സ്റ്റൂളും അങ്ങനെ ഇരുന്നിട്ട് ആ വടിയും കൊട്ടി ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ആ ഗേറ്റിൻ്റെ അവിടെ ആ ഒരു റൂമിനെ കുറിച്ചുള്ള ഓർമ്മ. പിന്നീട് നമ്മളെ ശ്രദ്ധയിൽ ആ റൂം, എൻ്റെ ശ്രദ്ധയിലല്ല, ഇവിടുത്തെ ആരുടെയും ശ്രദ്ധയിൽ, ഈ ഉദ്യോഗസ്ഥരുടെ അല്ലൊന്നും ശ്രദ്ധയിൽ വരാതിരിക്കാൻ കാരണം ആ റൂം പിന്നീട് അത് വെറും പോസ്റ്റർ ഒട്ടിക്കാനുള്ളൊരു സ്തംഭം അല്ലെങ്കിൽ സ്തൂപം ആയിട്ട് മാറി. അതിൻ്റെ പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത്ര കനത്തിൽ, ഒരു വിരലിൻ്റെ കനത്തിലായിരുന്നു അതിൻ്റെ മുകളിൽ. അതായത് പോസ്റ്റർ ഒട്ടിക്കന്നെ വരുന്നവരെല്ലാവരും പോസ്റ്റർ ഒട്ടിക്കും. ഒട്ടിച്ചിട്ട് ഒരു വിരലിൻ്റെ കനത്തിൽ മൊത്തം സ്ക്വയറിലുള്ള ആ റൂമിനെ അതിൻ്റെ വാതിൽ, ലോക്ക്, ഒരു സാധനം ബാക്കി വെച്ചില്ല. അതിൻ്റെ ജനലുണ്ട്, വെന്റിലേറ്റർ ചെറുത്, അതുപോലും പുറത്തേക്ക് കണ്ടിരുന്നില്ല. അത്രയും രസകരമായിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഈ സമയത്ത് നമുക്ക് റൂം സാധനം വെക്കാൻ തൽക്കാലം എന്തായാലും ഒരു റൂം വേണം. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെന്താ വെച്ചാൽ കുറച്ച് സാധനമുള്ളൂ, അപ്പോൾ തൽക്കാലം. പക്ഷെ അത് എനിക്ക് തന്നെ വേറൊരു ഇത് തോന്നി. കാരണം വന്ന് കയറുന്ന അവിടെ തന്നെ ഞാൻ ഈ വേസ്റ്റ് പേപ്പറൊക്കെ സെഗ്രിഗേറ്റ് ചെയ്ത് നിൽക്കുന്നത് ശരിയാവില്ല. പക്ഷെ ആ റൂം എനിക്ക് വേറൊരു ഇതായിട്ട് തോന്നി. എന്താ വെച്ചാൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ, മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് സീറോ വേസ്റ്റ്, ഇപ്പോൾ ഏതായാലും എൻ്റെ റീസൈക്കിൾ ക്ലബ്ബ് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞപ്പോൾ സീറോ വേസ്റ്റ് മലപ്പുറം. പിന്നെ ഞാൻ ആ പേരാണ് ഇവിടെ കളക്ടറേറ്റിൽ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞാനാണ് ആ പേര് കൊണ്ടുവന്നത്. അതായത് സീറോ വേസ്റ്റ് മലപ്പുറം. കാരണം ഇനി മലപ്പുറം ജില്ല, കാരണം എനിക്കപ്പോഴേക്ക് സർക്കുലർ ആയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സർക്കുലർ ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ കളക്ടറേറ്റ് എന്ന് പറഞ്ഞു ഇയാളെ പേരിൽ ഇയാൾക്കിത് ചെയ്യാൻ ഉള്ള ഇത് പെർമിഷൻ കൊടുത്തിരിക്കുന്നു പറഞ്ഞിട്ടുള്ള ലെറ്റർ. ആ ഒരു ലെറ്റർ വന്നപ്പോൾ അതിൽ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലാണ് അതിൽ വരുന്നത്. അത് ഇവർ കുറച്ചും കൂടി എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പടിപടിയായിട്ടാണെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ നമുക്ക് ഇത് തരുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഇപ്പോൾ മലപ്പുറം എഴുതി കഴിഞ്ഞാൽ ഇവിടെ മാത്രം തന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റേനെ ഇനി രണ്ടാമതൊന്ന് ചെയ്യാൻ നിൽക്കണം. അത് ഒറ്റയടിക്ക് തന്നിട്ടുണ്ട്, ഒക്കെ ചെയ്യാവുന്നതാണ്, മുന്നോട്ട് പോകാവുന്നതാണ്.
അപ്പോൾ ഞാൻ ആ റൂം അതിൻ്റെ ഭയങ്കര രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങളായിരുന്നു. ആ റൂമിൻ്റെ മുകളിൽ നിന്ന് ഒരു സൺഡേ ഞാനൊരു പിന്നെ ആളെ വെച്ചിട്ട് അതിൻ്റെ പോസ്റ്ററൊക്കെ ഇട്ട്, കാരണം ആ റൂം ഞാൻ മിഷൻ്റെ അന്നത്തെ കോർഡിനേറ്റർ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ സാധനം പറ്റില്ല, പക്ഷേ നമുക്കിതിൻ്റെ ഒരു പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയാനും, പിന്നെ ഈ തുണിസഞ്ചി, അതുപോലെ പ്രകൃതിക്ക് ദോഷമില്ലാത്ത സാധനങ്ങൾ, ഗ്ലാസ്, പ്ലേറ്റ്, ഇങ്ങനെ ആവശ്യം വേണ്ട സാധനങ്ങൾ, ഇതൊക്കെ അവിടുന്ന് നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊരു വരുമാന മാർഗ്ഗമാവും. തുണിസഞ്ചി വിൽപ്പന അവിടെ നടക്കും. പിന്നെ ഇതിലൂടെ പിന്നെന്താണ് കുറച്ച് ഗ്ലാസും പ്ലേറ്റും അങ്ങനത്തെ സാധനങ്ങൾ, അത് എനിക്ക് തോന്നുന്നു ശുചിത്വ മിഷൻ്റെ കയ്യിലാണോ തോന്നുന്നു. കുറച്ച് ഗ്ലാസ്സിൽ വെറുതെ ഡെഡായിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം അവർ എവിടെയോ കൊടുത്തിട്ട് അവർക്ക് മുഴുവൻ സാധനം തിരിച്ചു കിട്ടിയില്ല. സർക്കാരിൻ്റെ എന്തോ പ്രോഗ്രാമിന് എന്തിനോ കിട്ടും. അത് സാധനം അവിടെ വെറുതെ ഇരിക്കുകയാണ്. അത് നമ്മൾ മുഖാന്തരം കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു വാടക വരുന്നത് നമുക്ക് എടുക്കാം. അപ്പോൾ അതൊരു വരുമാനമാവും എന്നുള്ള നിലക്കാണ് അതും കൂടി വെച്ചിട്ട്. അപ്പോൾ ആ റൂം എന്താണെന്ന് കാണണം, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് പോസ്റ്ററൊക്കെ പഠിക്കാൻ ഒരു ഞായറാഴ്ച നമ്മൾ കാശ് കൊടുത്തിട്ട് കൂലിക്ക് ഒരാളെ വെച്ച് നമ്മളും അതിൻ്റെ കൂടെ നിന്നിട്ട് ആ ഒരു വിരലിൻ്റെ അത്ര കനമുള്ള പോസ്റ്ററുകൾ മുഴുവൻ നീക്കം ചെയ്തു. ഇത് നീക്കം ചെയ്തിട്ട് നമ്മൾ അന്ന് ശുചിത്വ മിഷൻ കോർഡിനേറ്ററോടാണല്ലോ പറയാൻ പറഞ്ഞിട്ടുള്ളത് ആ കളക്ടർ. അപ്പോൾ സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഈ റൂം നമുക്ക് ആവശ്യമുണ്ടതിൻ്റെ കാര്യത്തിന്, പക്ഷേ ഇതിൽ നമ്മൾ സെഗ്രിഗേഷൻ നടക്കില്ല, അതിന് വേറെ ഏതെങ്കിലും സംവിധാനം കാണണം. അപ്പോൾ ഓക്കെ, അത് നമ്മളത് പോയിട്ട് ഒക്കെ തുറന്ന് ക്ലീൻ ചെയ്യാന്നുള്ള നിലക്ക് നോക്കുമ്പോൾ ഒരാളുടെ കയ്യിലും അത് ആർക്ക് കൊടുത്താണെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് നമ്മളതിൻ്റെയൊക്കെ ക്ലീനാക്കി വന്നപ്പോൾ അത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഏകദേശം എന്നെ പരിചയപ്പെട്ടിരുന്നു. ഇയാളാണ് ഇപ്പോൾ കത്തിക്കണോടത്ത് കത്തിക്കാൻ പാടില്ല എന്നൊക്കെ ചെന്ന് പറയുമ്പോൾ ചിലർക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഈഗോ അങ്ങനെ വരുമല്ലോ. ഇയാളെന്തപ്പോൾ ഇതൊക്കെ നേരാക്കാനേ, ഇയാൾക്ക് എന്താ അങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ സർക്കാർ ഓഫീസുകളുടെ വേസ്റ്റിൻ്റെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും നടക്കുന്നൊരു കാര്യമാണ്. ഹരിതസേനക്ക് കൊടുക്കുന്നുണ്ട് എങ്കിലും വേറെ കുറച്ച് ഭാഗങ്ങൾ വിൽക്കുന്നുണ്ട്. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ശമ്പളം വാങ്ങുന്ന ഒരു PTS ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, അവർക്ക് അവിടുത്തെ വേസ്റ്റ് വിൽക്കാനുള്ള ഇതൊന്നും ആരും കൊടുത്തിട്ടില്ല. ഒരു വേസ്റ്റും ആരും വിൽക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, അത് ഞാനായിട്ട് ചെന്നിട്ട് ഇല്ലാതാക്കിയിട്ടുമുണ്ട്. അതൊക്കെ തന്നെ കുറേ ആളുകൾക്ക് നമ്മളെ പുറകുനിന്ന് ഇങ്ങനെ നമ്മളായിട്ട് നേരിട്ടൊന്നും പറയല്ല, കണ്ടാൽ ചിരിക്കും, കൈ വരും. പക്ഷെ പുറകിൽ അവർക്കൊരു ഇതെന്താ വെച്ചാൽ നമ്മൾ ആ ചട്ടയും കുപ്പൊക്കെ എടുത്ത് വെക്കുന്നതൊക്കെ ഇയാളന്ന് പറഞ്ഞു കഴിഞ്ഞാലിപ്പോൾ വെക്കാൻ പറ്റാതായി, അതിപ്പോൾ ഇയാൾക്ക് കൊടുക്കണം, ഇവർക്ക് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ പൈസ വാങ്ങുന്നില്ലായിരുന്നില്ല. ഈ ഓഫീസുകളൊക്കെ നമ്മൾ വേസ്റ്റ് എടുക്കുമ്പോഴും 1 രൂപ പോലും, അത് കലക്ടറോട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, പൈസ വാങ്ങാതെ വേസ്റ്റ് ഈസ് വെൽത്ത്, വേസ്റ്റിന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് അത് കമ്പനിക്ക് പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഇത് വേണം നമ്മളെ വരുമാനം, അല്ലെങ്കിൽ മറ്റുള്ള പണിക്കാരെ വെക്കുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളും, പിന്നെ ഇതിൻ്റെ എക്സ്പെൻസ്, വണ്ടി ഓടുന്നത് എല്ലാം ഇതിലൊക്കെ അതുകൊണ്ടാണ് നടന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നത്, എപ്പോഴും അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, നിങ്ങളിത് എടുത്തു വെക്കാൻ പാടില്ല, നിങ്ങൾക്ക് ശമ്പളമുണ്ട്, ഞങ്ങൾ ഈ വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് പൈസ വാങ്ങുന്നില്ല, ഈ വേസ്റ്റാണ് ഞങ്ങളെ പൈസ. അപ്പോൾ ഇതിലാകെ വരുന്ന വേസ്റ്റാണ് ഈ കീറിക്കളഞ്ഞ പേപ്പറും ചട്ടയും കുപ്പിയും അതൊക്കെ തന്നെ വരുള്ളൂ. വേറെ കാര്യപ്പെട്ട് ഇരുമ്പും കമ്പിയും മറ്റുള്ള സാധനങ്ങളൊന്നും ഇതിൽ വരില്ല. അത് വന്നാൽ തന്നെ നമ്മൾ എടുക്കാനും പാടില്ല. അത് അങ്ങനെ എടുക്കാതെയും അതിനെ ശ്രദ്ധിച്ച് നടന്നുകൊണ്ടാണ് ഇന്നും നമ്മൾ നിൽക്കുന്നത്. ഇന്നും നമുക്ക് സീറോ വേസ്റ്റ് മലപ്പുറം അത് അതിൻ്റേതായ രീതിയിൽ പോകണം. ഇപ്പോൾ ഒരാൾ പറയുകയാണെങ്കിൽ കുറച്ച് കമ്പ്യൂട്ടർ ഉണ്ട് ഇവിടെ പറഞ്ഞാൽ നമ്മൾ പറയും അത് നമ്മളെല്ലാം എടുക്കേണ്ടത്. അതിനൊരു ഏജൻസി ഉണ്ട്, ആ ഏജൻസിക്ക് അയക്കേണ്ട മെത്തേഡ്, അതിൻ്റെ എഴുതേണ്ട ലെറ്റർ ആർക്ക് കൊടുക്കണം, ഇത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു. അതേപോലെ ഫയൽ പോകേണ്ടത് എങ്ങോട്ടാന്നുള്ളത് നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് ആ രീതിക്ക് പോകണമെന്നാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ആ കാര്യങ്ങൾ നീക്കിയത്. പിന്നെ ഇതിൽ വന്നതെന്താ വെച്ചാൽ നമ്മൾ ആ റൂമിൻ്റെ കാര്യം, ആ റൂം അങ്ങനെ നമ്മളിത് ഇങ്ങനെ എടുക്കാൻ പോവുകയാണെന്നുള്ള നമ്മളെ കയ്യിലേക്കാണ് വരുന്നതെന്ന് കണ്ടപ്പോൾ പല ഭാഗത്തുനിന്നും ചായക്കടക്കാരൻ മുതൽ ഇനി ആരൊക്കെ ഉണ്ടോ എഴുതാനിരിക്കണവരും മറ്റവരും ഇനി ഇല്ലാത്തവരൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ അതിൻ്റെ പുറകിലൊരു കേബിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സംശയം BSNLൻ്റെ ആണോ, എന്നിട്ട് ഇത് BSNLൻ്റെ ആണോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഉദ്യോഗസ്ഥരാരും പോയിട്ട് ഇത് അന്വേഷിക്കുകയൊന്നുമില്ല. അവരിനിപ്പോൾ അന്വേഷിക്കാൻ തന്നെ അതിൻ്റെ കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. ഇവിടുന്ന് ഒരു കത്ത് അങ്ങോട്ട് പോകണം BSNL ഓഫീസിൽ,
എന്നിട്ട് അവിടുന്ന് അവരെ മെയിൻ ആൾ ആ കത്ത് വായിച്ച് അതിൻ്റെ സംശയം തൂരി പിന്നെ തിരിച്ചിങ്ങോട്ട് വരും. ഇതിനൊക്കെ ഭയങ്കര ടൈമും എനിക്കാണെങ്കിലോ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യം നടക്കും. ഇപ്പോഴൊക്കെ ശുചിത്വ മിഷനെ കുറിച്ച് അവർക്ക് നമ്മളോടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് അയാളെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. നമ്മളെ പറയുന്ന പോലെ ചിലപ്പോൾ അയാൾ നിന്നോണമെന്നില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് കുറച്ച് സഹകരണം കമ്മിയാണ് ഈ അടുത്ത കാലത്തൊക്കെ. കാരണം നമ്മൾ ഫാസ്റ്റാണ്, നമ്മൾ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക, വേഗം ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ ഒരു എയിം. അതിൽ നമ്മളന്ന് ഇതൊന്നും കാത്തു നിൽക്കാതെ നേരെ BSNL ഓഫീസിൽ പോകും. എന്നിട്ട് പറയും ഞാൻ ഇന്ന സംഭവത്തിൻ്റെ ആളാണ്, ഇന്നതാണ്, ആ റൂമിൽ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് നോക്കട്ടെ. കാരണം ആർക്കായാലും ആ റൂം കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അവർ ഒരു സമയത്ത് ഞാൻ അറിഞ്ഞത് എന്താ വെച്ചാൽ അവർക്ക് കൂപ്പണും ഇതൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം താല്പര്യമുണ്ട് അവിടെ. അപ്പോൾ അത് റൂം കിട്ടും നോക്കട്ടെ എന്നുള്ള നിലക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു റൂം ഇപ്പോൾ ചാവി ആരുടെ കയ്യിലാണോ അവർ വന്ന് തുറന്നാൽ അവരുടെ റൂമായി. പിന്നെ ആർക്കും ഇല്ല, നമുക്കും കിട്ടൂല, ആർക്കും ഉണ്ടാവില്ല. അപ്പോൾ ചാവി ഈ പറയുന്ന BSNLൻ്റെ കയ്യിൽ ചാവിയില്ല. അപ്പോൾ അത് ഏകദേശം തീരുമാനമായി. പിന്നെ നമ്മൾ വേറെ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ അവരുടെ കേബിളാണോ അവരുടെ കമ്പി കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരുതാണോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നോക്കുമ്പോൾ അവരുടെ കയ്യിലുമില്ല. പക്ഷെ ആരും ഒരു രേഖ അങ്ങോട്ട് തരുന്നില്ല. അതങ്ങനെ ഒരു സ്റ്റെക്കായിട്ട് ഇങ്ങനെ നിർത്തിയത്. ആ സമയത്ത് വീണ്ടും ഞാൻ അന്നത്തെ ശുചിത്വ മിഷൻ കോർഡിനേറ്റർക്കും കളക്ടറോടൊക്കെ പറഞ്ഞു അത് കൂട്ടി പൊളിച്ചിട്ട് ആരതാണോ എന്നുണ്ടെങ്കിൽ പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചെയ്തോളും. പക്ഷേ ഞാൻ പറയുന്നത് അത്രയും വർഷങ്ങളോളം ഒരു വിരൽ കണത്തിൽ അതിൻ്റെ മുകളിൽ പോസ്റ്റർ വന്നിട്ടും ഒരു മനുഷ്യൻ തിരിഞ്ഞ് നോക്കാതിരുന്ന ഒരു റൂമായിരുന്നു അത്. എന്തോ ആർക്കും പൂട്ട് പൊളിച്ച് നോക്കുമ്പോൾ ഒരാളെ സാധനമില്ല, റവന്യൂൻ്റെ ഭൂമിയിലുള്ള റവന്യൂൻ്റെ കെട്ടിടമാണ്. ആ സ്ഥിതിക്ക് അത് അന്നത്തെ കോർഡിനേറ്റർ പറഞ്ഞു ഇയാൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ വിൽക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട സീറോ വേസ്റ്റിൻ്റെ ഒരു സഹായ കേന്ദ്രം, ഒരു ഹെൽപ്പ് സെൻ്ററായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അത് നമ്മളൊരു ജില്ലയിൽ തന്നെ ഫസ്റ്റ് വരുന്ന സ്ഥലത്ത് തന്നെ അത്ര ഒരു ഇതുണ്ടാകുമ്പോൾ അത് ജില്ല മൊത്തം അറിയാമല്ലോ, എല്ലാവരും അറിയാമല്ലോ. പിന്നെ നമുക്ക് എവിടെ ചെന്നാലും കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ആളുകൾക്ക് അറിയാം. പല കാര്യങ്ങൾക്കും ഇവിടെ ജില്ലാസ്ഥാനത്ത് വരുന്ന ആളുകളാണ്. അതിങ്ങനെയാണ് ആ റൂമിൻ്റെ സ്റ്റാർട്ടിങ്. ആ റൂം നമ്മൾ തുടക്കമിട്ടത്. ആ റൂം കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോൾ ഒരു പോയിൻ്റായി ജില്ലാ ആസ്ഥാനത്ത് ഒരു സീറോ വേസ്റ്റ് വർക്കത്തിൻ്റെ സഹായ കേന്ദ്രം സെൻറ്റർ. അതിനുശേഷം പിന്നെ നമുക്ക് അപ്പോഴും നമ്മളെ സാധനങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള റൂം വേണം. പിന്നെ ആ തുടക്കത്തിൽ സംഭവിച്ച പോലെ അല്ല പിന്നെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവർക്കും മനസ്സിലായി ഇത് കൊണ്ടുപോകുന്നുണ്ട്, ഇത് ശരിയായ രീതിയിൽ സെഗ്രിഗേഷൻ നടക്കുന്നുണ്ട്, ഇത് ശരിക്ക് റീസൈക്ലിങ്ങിന് പോകുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഫണ്ടില്ലാത്തതുകൊണ്ട് ഇത് നന്നായിട്ട് ചെയ്തിട്ട് അതിൻ്റെ കാശ് തന്നെയാണ് ഇവർ ഫണ്ടാക്കി മാറ്റുന്നത്. അപ്പോൾ വേസ്റ്റ് ഈസ് വെൽത്ത്, അന്നെല്ലാം വേസ്റ്റ് ഈസ് വെൽത്താണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വേസ്റ്റ് ഈസ് വെൽത്ത് കേൾക്കുന്നില്ല. അത് പിന്നത്തെ നിങ്ങൾ ആലോചിക്കുക എന്താ ഇതിൻ്റെ സംഭവം എന്നുള്ളത്. വേസ്റ്റ് ഈസ് വെൽത്ത് കേൾക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, പിന്നെ ഈ വേസ്റ്റും കൊടുക്കുന്നുണ്ട്. ആളുകൾ പറയുന്നൊരു സംഭവം. അപ്പോൾ വേസ്റ്റ് ഈസ് വെൽത്ത് എന്ന് പറയുമ്പോൾ പിന്നെ പൈസ ആവശ്യം ഉണ്ടാവും. ഒരു 50 ഇല്ലെങ്കിൽ 20 രൂപ 30 രൂപയൊക്കെ കൊടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ 50 കൊടുക്കുന്നതുകൊണ്ടോ കുഴപ്പമില്ല. പക്ഷെ അതിന് കുറച്ച് മെത്തേഡ് ഉണ്ട് ചെയ്യാൻ. അത് ജനങ്ങൾ മനസ്സിലാക്കണം, അത് ആ രീതിയിൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം, ആ രീതിയിൽ ജനങ്ങളെ ബോധവൽക്കരിക്കണം. പിന്നെ ഇതുമായിട്ട് വർക്ക് ചെയ്ത എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. നിസ്സഹകരണം കൊണ്ട്, അതായത് ചില ആളുകളുടെ ഈഗോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അവർ ചേർത്ത് പിടിക്കാത്തതുകൊണ്ട് ഇതിൽ നിന്ന് മാറിപ്പോയ ആളുകൾ. അതായത് നല്ല കാര്യങ്ങൾ ഈ പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ പിൻവാങ്ങി. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് അറിയാവുന്ന കേസുണ്ട്. അപ്പം നമ്മളേതായാലും പിന്നീട് നമ്മൾ റൂമിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മളോടൊരു സാധനം വെക്കാനുള്ള റൂം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു പഴയ ഒരൊറ്റ റൂം. അതിൽ അന്നത്തെ കാലത്ത് ക്യാൻറ്റീന് നടത്തിയിരുന്ന വ്യക്തി അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ 2 പശുവിനെയൊക്കെ ഇതിൻ്റെ അകത്ത് മേയാൻ വെട്ടി. കാരണം പുല്ലൊക്കെ കുറേ പൊന്തയും കാടൊക്കെ കടിച്ച് അങ്ങനെ തിന്നു പോകും. നല്ല കാര്യമായിരുന്നു, അത് നടത്തിയിരുന്നു. അങ്ങനെ എന്തൊരു 2 പശുവിനെ എന്തോ വളർത്തിയിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് അയാൾ മഴ വരുമ്പോഴൊക്കെ കെട്ടിയിട്ടിരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരൊറ്റ റൂം. അത് പഴയ ഇവരെ
സ്റ്റാഫിനൊക്കെ എൻജോയ് ചെയ്യാനുള്ള എന്തോ ഒരു സ്ഥലം അങ്ങനെ ഒരു ഇതിലുള്ള റൂമായിരുന്നു അത്. പിന്നീട് അത് ഒഴിവാക്കി ഓടായിരുന്നു, ഓടൊക്കെ പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. അത് ആ റൂമാണ് ഞാൻ പിന്നീട് ഇതിന് കാണിച്ചു കൊടുത്തത്. വേസ്റ്റ് പേപ്പറുകൾ വന്ന് കാര്യങ്ങൾ വന്നിട്ട് തരംതിരിക്കാനുള്ള റൂം. അങ്ങനെ നമുക്ക് 2 റൂമും എഗ്രി, 2 റൂമും ഇവിടുത്തെ ഇവരെ അതിന് നമ്മളൊരു ഇത് കാണിച്ചു കൊടുത്താൽ അതൊരു മീറ്റിങ്ങിൽ ഇവരൊരു മീറ്റിംഗ് ഉണ്ട്, എസ്റ്റേറ്റ് കമ്മിറ്റി അങ്ങനത്തെ ഒരു പേരുണ്ടായിരുന്നു. ആ കമ്മിറ്റിയിൽ അവർ തീരുമാനമായിട്ട് ആ തീരുമാനത്തിൻ്റെ ലെറ്റർ നമുക്ക് തന്നിട്ട് 2 റൂമും ഇന്ന കാര്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ പിന്നെ അങ്ങോട്ട് സാധനങ്ങൾ വരലോടെ നമ്മൾ വിചാരിക്കാത്ത ഓഫീസുകളൊക്കെ നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, നമ്മൾ വിചാരിക്കാത്ത PTS അവർ കോപ്പറേറ്റ് ചെയ്യുക. പിന്നെ ഞാനീ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോഴും നടക്കുന്നുണ്ട് നമ്മളെ ഓഫീസിൽ ചില സാധനങ്ങൾ, അതായത് പിന്നെ ഒരു രേഖയായിട്ട് എടുത്ത് വെക്കേണ്ടാത്ത വേസ്റ്റ് അതെന്ത് ചെയ്യും, അതെടുത്തിട്ട് ഇവർ അവരുടെ ഇഷ്ടത്തിന് പല ദിവസങ്ങളിലും കൊണ്ടുപോയി വിൽക്കുന്ന ഒരു സംവിധാനം. അത് കാണുന്നിടത്തൊക്കെ നമ്മളെപ്പോഴും കാണുന്നിടത്ത് പറയേണ്ട ഇത് പാടില്ല. ഇതൊന്നെങ്കിൽ നിങ്ങൾ ഹരിതസേനക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പോകണം. അപ്പോൾ അവർക്ക് പറയുന്നത് എന്താ വെച്ചാൽ, ഹരിതസേനക്ക് കൊടുക്കാനുള്ള കാശ് ചില സമയത്ത് വിചാരിച്ച പോലെ സർക്കാരിൻ്റെ അവരെ പറയുന്ന രീതിയിൽ എഴുതിയിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അതർ എക്സ്പെൻസ് മറ്റേതെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ കൊടുക്കുന്ന ഈ ബാത്റൂം ക്ലീനിങ്ങിനൊക്കെ കൊടുക്കുന്ന ആ പൈസ വെച്ച് വേണ്ടതും അതുകൂടി ഇതിന്ന് കിട്ടലില്ല. അപ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ വിറ്റിട്ട് നമ്മൾ ആ പൈസ കൊടുക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അതിൽ കാര്യമൊന്നുമില്ല. കാരണം ഈ സാധനം എന്തായാലും ഈ ശമ്പളം വാങ്ങുന്ന ആൾ വിൽക്കാൻ പാടില്ല, നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആ റൂമിലേക്ക് സാധനങ്ങൾ വരൽ തുടങ്ങി, ഇഷ്ടം പോലെ കത്തിക്കാതെ. അങ്ങനെ ഇവിടുത്തെ കത്തിക്കൽ വന്നു. ഈ കത്തിക്കൽ നിന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയൊരു പ്രശംസ കിട്ടിയത് ഇവരെ കയ്യിൽ നിന്നാണ്, നമ്മളെ ഫയർ റെസ്ക്യൂ ടീമിൻ്റെ കയ്യിൽ. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവരെ ഓഫീസിൽ ഇതേപോലെ നമ്മൾ പിന്നെ നമ്മൾ പുറത്ത് പോകലുണ്ട്, സിവിൽ സ്റ്റേഷൻ്റെ പുറത്തുള്ള ഓഫീസുകളൊക്കെ കവർ ചെയ്യൽ തുടങ്ങി. അത് കവർ ചെയ്ത് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, മഞ്ചേരി മെഡിക്കൽ കോളേജ് എല്ലാം ഉള്ള ഒരു ഏകദേശം ഇതിൽ. അതുപോലെ തന്നെ മഞ്ചേരി, ഏറനാട് താലൂക്ക്, പെരിന്തൽമണ്ണ താലൂക്ക്, മലപ്പുറം, പിന്നെ തിരൂർ താലൂക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയത് ഞാൻ പറഞ്ഞു തരാം. ഏതായാലും അതൊക്കെ കവർ ചെയ്ത് വരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ കുറച്ചും കൂടി വേസ്റ്റും കാര്യങ്ങളും വരൽ തുടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ കാര്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ കത്തിക്കാതെ അവർ തരൽ തുടങ്ങി. പിന്നെ ഈ ഫയർ ടീം നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളെ ഈ സീറോ വേസ്റ്റ് മലപ്പുറം തുടങ്ങിയതിന് ശേഷം മലപ്പുറം കളക്ട്രേറ്റിൻ്റെ സിവിൽ സ്റ്റേഷൻ്റെ ഉള്ളിലേക്കോ കളക്ട്രേറ്റിൽ ആ ഭാഗത്തേക്കോ ഞങ്ങൾക്ക് രാവിലെ തീ കെടുത്താൻ പോകേണ്ടി വന്നിട്ടില്ല. അതിവിടെ അംഗീകരിച്ച കാര്യമായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ വേസ്റ്റിന് തീ പിടിച്ചു പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് സീറോ വേസ്റ്റ് മലപ്പുറം തുടങ്ങിയതിന് ശേഷം വണ്ടി വരേണ്ടി വന്നു. ഞാൻ എപ്പോഴും പത്രത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ള സമയത്തൊക്കെ നോക്കുമ്പോൾ ഫയർ ഫോഴ്സിൻ്റെ വണ്ടി വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്തിനാണ് വരുന്നത് എന്നുള്ളത്. ഒന്നുകിൽ ഇവിടെ വല്ല മരം വീണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരം വീണതുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾക്കാണ് പിന്നീട് വണ്ടി വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും വേസ്റ്റിന് തീ പിടിച്ചു വന്നിട്ട്, അതായത് അന്ന് ഞാൻ വരുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനത് കണ്ട വ്യക്തിയാണ്. അതായത് രാവിലെ ഇവിടെ വേസ്റ്റ് കത്തിക്കുക, അവരവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവർ പോകും. ഈ വേസ്റ്റ് കാറ്റത്ത് ഇതിലെ കനലുകൾ അപ്പുറത്തും ഇപ്പുറത്തും പോകും. അടുത്തുള്ള പൊന്തക്കാടിന് തീ പിടിക്കും, ഇവർ ഫയർഫോഴ്സിനെ വിളിക്കും, വരും. ഒരു സ്ഥിരം പരിപാടിയായിരുന്നു, ഒരു കാലത്ത് സ്ഥിരമായിട്ടുണ്ടായിരുന്ന സംഭവം. അത് നിർത്തിയത് എന്തുകൊണ്ടും സീറോ വേസ്റ്റ് മലപ്പുറമാണ് എന്നുള്ളത് 100%. അത് ഇവിടുത്തെ പഴയ സ്റ്റാഫുകളോടൊക്കെ ചെയ്തു. ഇവിടുത്തെ പഴയ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ജീവനക്കാരനും എപ്പോഴായാലും അയാൾക്ക് ട്രാൻസ്ഫർ ആയിട്ടും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ടും ആയാലും മറ്റു ജില്ലകളിലേക്കും ഒക്കെ മാറും. ഇപ്പോൾ ഇവിടെയുള്ള കുറേ ആൾക്കാർ വയനാടുണ്ട്, ഇവിടുത്തെ കുറേ ആൾക്കാർ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുണ്ട്, കുറേ ആൾക്കാർ തൃശ്ശൂരുണ്ട്, കുറേ ആൾക്കാർ നമ്മുടെ കോഴിക്കോടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഇവർ അവിടെ പോയിട്ട് ഈ സീറോ വേസ്റ്റ് മലപ്പുറത്തിനെ കുറിച്ച് ഓഫീസിലിരുന്നിട്ട് മിനിമം സംസാരിക്കും. ഒരു മീറ്റിങ്ങിലല്ലെങ്കിൽ പോലും ഓഫീസിലിരുന്നിട്ട് തമ്മിൽ സംസാരിക്കും. ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട് മലപ്പുറത്ത്, അയാളൊരു പ്രൊജക്റ്റായിരുന്നു കളക്ടർ കൊടുത്ത് ഇതിൽ അയാൾ ചെയ്തിരുന്നു, അത് നല്ലൊരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എൻക്വയറിയും വന്നിട്ടുണ്ടായിരുന്നു. ഈ ഹരിതസേനയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പാലക്കാട് പിന്നെ ചെയ്യാനും വയനാട് ചെയ്യാനും തൃശ്ശൂർ ചെയ്യാനൊക്കെ നമ്മളെ ഓരോ ഓഫീസർമാർ നമ്മളവിടെ അവിടുന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വരികയാണെങ്കിൽ കളക്ടറെ കാണാനുള്ള സൗകര്യം ചെയ്തു തരാം
വന്നത്. അപ്പം നമ്മളെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മലപ്പുറം മുഴുവനായിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്ന മാതിരി നമ്മളും കുറച്ച് വളണ്ടിയേഴ്സും നമ്മളെ കുറച്ച് സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള പരിപാടികളായിരുന്നു. അപ്പോൾ ഇതിൽ അതൊക്കെ പെട്ടെന്ന് ഒരു എമർജൻസി ഇത് വരുമ്പോൾ ഞങ്ങൾ തിരൂർ സിവിൽ സ്റ്റേഷന് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കുറേ സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് ഞങ്ങൾ തലേന്ന് അവിടെ പോയി സ്റ്റേ ചെയ്യുക. തലേന്ന് അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നന്ന രാവിലെ ഇറങ്ങണം. കാരണം 10 മണിക്ക് നമ്മളിതിൻ്റെ ഇനാഗുറേഷൻ വെച്ചിട്ടുണ്ട്. നമ്മളെ അന്ന് മറ്റേ RDO, പിന്നെ തിരൂര് ചെയർമാന്, മുനിസിപ്പൽ ചെയർമാന്, അങ്ങനെ കുറേ ആൾക്കാർ 10 മണിയാകുമ്പോൾ വരുമ്പോഴേക്ക് നമുക്ക് ക്ലീനിങ് ഒരുവിധം തുടങ്ങി ഇതാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ തലേന്ന് പോയി സ്റ്റേ ചെയ്തു. അതിൽ പലപ്പോഴും വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്തുക്കൾ പറഞ്ഞാൽ നമ്മൾ കൂടെ കളിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും ആവില്ല. ഉദ്യോഗസ്ഥരായിട്ടുള്ളവരും പിന്നെ അല്ലാത്ത ആളുകളും പിന്നെ എന്താണ് ചിലപ്പോൾ ലീവ്, അന്ന് ലീവാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എനിക്കറിയാം മറ്റേ നമ്മളൊരു സുഹൃത്തുണ്ടായിരുന്നു ചൈൽഡ് ലൈനിലെ രാജു, അങ്ങനെ ഒരുപാട് ആൾക്കാർ ശരിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അതൊക്കെ അകത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതേപോലെ നമ്മൾ പിന്നെ പെരിന്തൽമണ്ണ കോടതി സമുച്ചയം പുതിയ കോടതിക്ക് പഴയ കോടതി മാറ്റി. അപ്പോൾ ഒരു കാര്യപ്പെട്ടതൊക്കെ കൊണ്ടുപോകും, പക്ഷെ ബാക്കി പിന്നെ അവിടെ വേസ്റ്റ് അവിടെ ഡംപ് ചെയ്ത് കിടക്കും. അത് മുഴുവൻ നമ്മൾ സീറോ വേസ്റ്റിൻ്റെ നമ്മളെ സുഹൃത്തുക്കളും പോയാണ്ടാണ് ആ കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് റെഡിയാക്കിയത്. പിന്നെ അതേപോലെ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ശരിക്ക് അതിൻ്റെ മുന്നിൽ അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഇൻസിനേറ്റർ ഉണ്ടായിരുന്നു. ശരിക്കും അവിടുത്തെ വേസ്റ്റ് കത്തിക്കുന്നതായിരുന്നു. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ അത് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ ഉള്ള ആളുകൾക്കൊക്കെ അറിയാം. ഈ കത്തിക്കുന്ന വേസ്റ്റ് 4ാമത്തെ നിലയിലേക്കാണ് അതിൻ്റെ പുക പോയത്. അതായത് 4ാമത്തെ നിലയിൽ ഫ്ലോറിലേക്ക് രോഗികളിൽ ഇരിക്കുന്നിടത്ത് ഇൻസിഡൻറ്റിൻ്റെ പുക. കാരണം ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അത്ര, ഇതിൻ്റെ ഹൈറ്റും ഉണ്ടാവില്ല. ആ പുക പോകുന്നത് 4ാമത്തെ നിലയിൽ. അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് നമ്മൾ ചെന്ന് കുറച്ചായിട്ടുള്ളൂ. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ താഴെ തട്ടുന്ന ക്ലാസ് എടുക്കും. സ്വീപ്പർമാർക്ക്, അറ്റൻഡർമാർക്ക്, നേഴ്സുമാർക്ക്, സൂപ്രണ്ടുമാർക്ക്, അവിടെ ഉള്ള എല്ലാ വിഭാഗം ഏതൊക്കെ വിഭാഗം ഉണ്ടോ അവരൊക്കെ സെപ്പറേറ്റ് വിളിച്ച് ക്ലാസ്. ഈ ക്ലാസ്സിലാണ് നമ്മളിത് പറയണത്, നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത് പറയുന്നതോടുകൂടി പിന്നെ അത് പ്രാവർത്തികമായി. പിന്നെ അത് ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരം നാളെ തൊട്ട് പോവുകയാണ്. പിന്നെ അതിന് മാറ്റമല്ല. സാധാരണ ഇവരൊക്കെ കാണുന്നത് എന്താ വെച്ചാൽ ക്ലാസ് എടുക്കുന്ന ആളും പോവും, അടുത്ത മിഷനുകളും അതിൻ്റെ വഴിക്ക് പോകും. പിന്നെ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പിന്നെ അടുത്ത ക്ലാസ് വരുമ്പോൾ ഒരു അവലോകന യോഗം അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളെ കാണില്ലേ. നമ്മൾ സീറോ വേസ്റ്റ് മലപ്പുറം ചെയ്തിരിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ പിറ്റേന്ന് തൊട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയി. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇൻസുലേറ്റർ ഞങ്ങൾ ചെന്നിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട് ഇത് ശരിയാവില്ല, ഇതും ഞങ്ങളും കൂടി നടക്കില്ല. കാരണം കത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരെ മുമ്പ് തന്നെ കത്തിക്കുന്ന ഒരു സാധനം അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. കുറച്ച് ദിവസം ഞങ്ങൾ പോയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അവിടെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. ജനങ്ങളെല്ലാവരും കൂടി ഇൻസുലേറ്റർ കത്തിക്കുന്നത് തടഞ്ഞു. കാരണം ഇത്രയും പുക അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് പറഞ്ഞിട്ട്. അന്ന് രാവിലെ 8-8:30 മണിക്കാണ് സൂപ്രണ്ടിൻ്റെ കോൾ വരുന്നത്. റസീൽ പെട്ടെന്നൊന്നും ഇവിടെ വരണം, നമുക്ക് ഇതൊന്ന് തീരുമാനിക്കും. നമുക്കതിനെക്കുറിച്ച് പേടിയേ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ ഏക മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാം എന്ന് കരുതിയിട്ട് തന്നെയാണ് അവിടെ പോകുന്നത്. അത് നമ്മൾ ഓരോ സ്റ്റെപ്പിലും ക്ലാസ് എടുത്തൊക്കെ റെഡിയാക്കിയിരുന്നു. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് സെഗ്രിഗേഷൻ, പിന്നെ പേപ്പറുകൾ പരമാവധി പ്ലാസ്റ്റിക് കമ്മിയാക്കി, കേറ്റൽ കമ്മിയാക്കി, മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു. പേപ്പർ ഒന്നും നശിപ്പിക്കാതെ ഭക്ഷണം കൊടുക്കുന്ന പേപ്പർ എങ്ങനെ എടുക്കണം അതൊക്കെ എടുത്തു. അങ്ങനെയുള്ള രീതിക്ക് ആ ഇൻസുലേറ്റർ അന്ന് നിർത്തിയ ഇൻസുലേറ്റർ അതിപ്പോൾ തുരുമ്പെടുത്ത് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ അത് എത്രത്തോളം പോയി വെച്ചാൽ കോവിഡ് കാലം വരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കോവിഡിന് ശേഷം ചെയ്യായിരുന്നു. ആ സമയത്ത് കോവിഡ് സമയത്ത് നമ്മളത് പിന്നെ കോവിഡിൻ്റെ സാധനങ്ങൾ കൊടുന്നു വെക്കുന്നത് നമ്മളെ സാധനത്തിൻ്റെ അടുത്തായി പോയി. നമ്മളത് പലവട്ടം അവരെ ശ്രദ്ധപ്പെടുത്തി ഇങ്ങനെ വെക്കാൻ പാടില്ല. കാരണം നമുക്ക് വേറെ ഇതൊന്നും ഇട്ടിട്ടല്ല നമ്മൾ ജോലിക്കാർ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഉള്ളതൊന്നും ചെയ്ത് കിറ്റൊന്നും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പണി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ സ്പേസ് അവർക്കുണ്ടായിരുന്നില്ല. അത് മാറ്റാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു ഈ രീതിയിലാണെങ്കിൽ ഒരു കമ്പനി ഉണ്ട്, ഒരു കമ്പനി, ആ കമ്പനി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ കമ്പനിക്ക് അത് കൈമാറിയായിരുന്നു. കേരള എന്തൊരു കമ്പനി ഉണ്ട്, ആ കമ്പനി അതുകൊണ്ട് അങ്ങനെയാണ് പോയി. ഇപ്പം നമ്മളാ ചെയ്ത വർക്കിലാണ് ആ കമ്പനി ആണെങ്കിലും ആരാണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ അവർക്ക് സൗകര്യമായത് എന്താ വെച്ചാൽ നമ്മളാ ചെയ്തു വെച്ച റൂട്ട് അതേപടി എടുക്കാണ്ട് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനമായി.
അത് മഞ്ചേരി മെഡിക്കൽ. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അവിടുത്തെ വേസ്റ്റ് കളക്ഷനും മറ്റുള്ള കാര്യങ്ങളും ക്ലാസ്സും അവിടെയും തന്നെ നമ്മൾ സ്റ്റേ ചെയ്യുക. നമ്മൾ പോയി കഴിഞ്ഞാൽ 3 ദിവസം പണിക്കാരും നമ്മളും അവിടെ നിൽക്കും. ഒരു 3-ാമത്തെ ദിവസം ഇതൊക്കെ കഴിഞ്ഞ് ആ വേസ്റ്റും കൊണ്ട് ഇങ്ങോട്ട് പോരും. അത് കുറേയൊക്കെ നമുക്ക് അവിടെ റൂമുണ്ടായിരുന്നു. ഇതേപോലെ MCFമാര് അവിടെ റൂം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിപ്പോഴും അവിടെ റൂമുണ്ട്. പക്ഷെ നമ്മൾ ഹരിതസേന ഉള്ളത് കൊണ്ട് മാത്രം നമ്മളൊരു അവരെ നടത്തിപ്പ് നടക്കട്ടെ, അതെങ്ങനെയുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പോട്ടെ എന്ന് എഴുതിയിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കി നിൽക്കുക എന്ന് മാത്രമേ ചെയ്യുള്ളൂ. നമ്മളെ റൂമും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അവിടെ ഈ ഇതുപോലെ തന്നെ അങ്ങോട്ട് പെട്ടെന്ന് ചെല്ലാൻ കാരണം എന്താ വെച്ചാൽ ആദ്യം അവിടെ ഒരു വേസ്റ്റ് കത്തലുണ്ടായി. അത് വേസ്റ്റ് കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവർ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് കുറച്ചൊക്കെ കത്തിക്കുന്നതും മറ്റുള്ളതുമായിട്ട് അതിൽ നിന്ന് കത്തിയത് തന്നെയാണ് കേസ് കത്തുന്നൊരു പ്രശ്നം. അതിനുശേഷം പിന്നെ അവിടെ രണ്ടാമത് ഇതേ സംഭവം ആവർത്തിച്ചു. ആ സമയത്ത് ഒരിക്കൽ ഇവിടെ കളക്ടർ നമ്മളിങ്ങനെ എന്തോ കാര്യം സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കളക്ടർ ചോദിക്കുന്നത് നിങ്ങളെന്താ പിന്നെ യൂണിവേഴ്സിറ്റിയിലൊന്നും പോയി നോക്കില്ലേ, അവിടെയൊക്കെ വേസ്റ്റ് കത്തുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കളക്ടർ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്ത പോലെ നമ്മൾ ചോദിച്ചു. ഞാൻ പൊതുവെ അത് പിന്നെ ഗവർണറുടെ കീഴിലും മറ്റേതും ഒക്കെ ആകുമ്പോൾ നമ്മളങ്ങനെ പോകാൻ പാടുണ്ടോ എന്നുള്ള ഒരു സംശയത്തിൽ അങ്ങനെ നിന്നത്. പക്ഷെ ഞാൻ പോയി. ഇവിടുന്ന് പോയി അവിടെ നമ്മൾ ചെന്നപ്പോൾ അന്ന് ബഷീർ സാറാണ് VC എന്നാണ് എനിക്ക് തോന്നുന്നത്, രജിസ്ട്രാർ പേര് ഓർമ്മ. അവർ ഭയങ്കര സ്വീകരണമായിരുന്നു. കാരണം അവർക്ക് ഇതുപോലെ അവരറിഞ്ഞിരിക്കുന്നു പത്രത്തിൽ കൂടി. അന്നൊക്കെ പത്രങ്ങളിൽ സ്ഥിരമായിട്ട് സീറോ വേസ്റ്റ് അവിടെ ചെയ്തു, സീറോ വേസ്റ്റ് ഇത് ചെയ്തു, സീറോ വേസ്റ്റ് മലപ്പുറം എങ്ങനെയാണ് ചെയ്തു എന്നുള്ള ന്യൂസുകൾ തുടർച്ച പത്രങ്ങളിൽ വന്നു. അതിൻ്റെ അവർക്ക് കുറേ ആൾക്കാർക്ക് അറിയായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചെന്നു, അവർ ഭയങ്കര സ്വീകരണമായിരുന്നു. കാര്യങ്ങൾ അപ്പം തന്നെ അതിൻ്റെ സർക്കുലർ ഇട്ടു, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും അത് അയച്ചു കൊടുത്തു. അതിന് പ്രത്യേകം ഗ്രീൻ കമ്മിറ്റി ഉണ്ട് അവർക്ക്. ആ കമ്മിറ്റിയിൽ ഒരാളെ നമ്മളെപ്പോഴും എവിടെ പോകുമ്പോഴും നമ്മൾ ഇതിൻ്റെ എല്ലാ റൂട്ടും അതേപോലെ ഇതിലൊരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ആ പ്രശ്നം വരാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യണമെന്നൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടാണ്. കാരണം അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു ഓഫീസിൽ പോയി ക്ലാസ് എടുത്ത് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ നാളെ തൊട്ട് തുടർന്ന് അവിടെ നിന്ന് വിളി വരാൻ നിങ്ങൾ ചാക്ക് കൊണ്ടുപോയിട്ടില്ല, നിങ്ങൾ അവിടെ മറ്റേത് ഞങ്ങൾക്ക് കുറച്ച് ഇതിൻ്റെ ഒക്കെ വന്ന് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. നമ്മളതിനെ ഏറ്റവും അതിനുള്ളൊരു മറുപടി നമ്മൾ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി ചെയ്യുന്നത് എന്താ വെച്ചാൽ ഏതൊരു സ്ഥലത്ത് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴും ആ ഓഫീസിന് ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ ഓഫീസർ, അത് നമ്മൾ 2016 ഇപ്പോഴുള്ള ഹരിത കേരള മിഷൻ്റെ സർക്കുലറൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ ഓഫീസറെ നമ്മൾ കാണിച്ചു തരാൻ പറയും ആ മീറ്റിങ്ങിൽ. അദ്ദേഹത്തിന് നമ്മളെ നമ്പറും അദ്ദേഹത്തിൻ്റെ നമ്പർ നമ്മളെ കയ്യിലുണ്ടാവും. ഇങ്ങനെ ഇയാളെ കോൺടാക്ട് ചെയ്യാൻ പാടും. അതേമാതിരി തന്നെയാണ് നമ്മൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. കാരണം മെഡിക്കൽ കോളേജിലൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത നമുക്ക് കോൾ വന്നില്ല. ഓരോരുത്തർ ഇവരാണ് സാധനം എടുത്തിട്ടില്ല, മറ്റേത് കൊണ്ടുപോയിട്ടില്ല, ഇത് പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചവരോടേക്ക് നിങ്ങളെ പേരെന്താ, നിങ്ങളെല്ലാം വിളിക്കില്ല, അവർ വിളിക്കും. കാരണം ആ വ്യക്തിക്ക് നമ്മൾ സ്ഥിരമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, നമ്മളെന്താ ചെയ്യുന്നതെന്ന് അറിയാം, നമ്മൾ അയാളോട് പറയുന്നുണ്ട്, പോരുമ്പോൾ ഇങ്ങനെ ഇന്ന സാധനം ഇനി ഉണ്ട്, മറ്റേത് ഇങ്ങനെ ചെയ്യാണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് നമ്മൾ പോരുക. അപ്പോൾ ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ ഓഫീസർ അല്ലാത്ത ഒരാൾ വിളിക്കുമ്പോൾ നമ്മൾ അയാൾക്ക് പറഞ്ഞു ഞങ്ങളെല്ലാം വിളിക്കും. അതേപോലെ തന്നെ നമ്മൾ ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഗ്രീൻ കമ്മിറ്റിന്ന് ഒരു ഉദ്യോഗസ്ഥരെ നമുക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹമായിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പക്ഷെ ക്യാമ്പസിലും ഇതുപോലുള്ള കുറേ കാര്യം, ഞാനൊക്കെ ക്യാമ്പസിൽ കയറുന്ന സമയത്ത് വേസ്റ്റ് ആവശ്യമില്ലാത്തതൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇട്ടിട്ട് പല സ്ഥലത്തും കത്തിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ആ കത്തലൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവിടെയും വേറൊരു സംഭവം ഉണ്ടായിരുന്നത്, ആർക്കൊക്കെയാണോ വേണ്ടാത്തോ ക്യാമ്പസിലൊക്കെ ആകുമ്പോൾ ചട്ട കുപ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പിന്നെ ഹോസ്റ്റലൊക്കെ ഉള്ളതല്ലേ, കണ്ടമാനം സാധനങ്ങൾ നിറയും. അപ്പോൾ ഇതിന് പുറത്തുനിന്ന് വണ്ടി വരികയില്ല, പുറത്തുനിന്ന് ഈ സ്ക്രാപ്പ് എടുക്കുന്ന ആളുകൾ. അപ്പോൾ ഈ സ്ക്രാപ്പ് എടുക്കുന്ന ആളുകളുടെയും ഇത് കൊടുക്കേണ്ട ആളുകളുടെയും ഇടയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരെ വിളിച്ചിട്ടാണ് പറയുന്നത് ഇന്ന സ്ഥലത്ത് സാധനം ഒഴിവാക്കാണ്ട്. അപ്പോൾ അവരെ പരിചയക്കാരനെ വിളിക്കും, എന്നിട്ട് അവനൊരു വണ്ടി അയക്കും. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ സീറോ വേസ്റ്റ് മലപ്പുറം സെല്ലിനോട് കൂടിയാണ് നിർത്തുകയാണ്. പിന്നെ അവിടേക്ക് ഒരു വണ്ടി അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ക്രാപ്പുമായിട്ടൊരു വണ്ടി പോകാൻ പുറത്തേക്ക് പാടില്ല, അത് ഞങ്ങൾക്കേ തരാൻ പാടുള്ളൂ. അതിലൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, നമ്മളെ പിന്നെ വണ്ടി തടയലും നമ്മളെ വണ്ടി അവിടെ പിടിച്ചു വെക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാമ്പസിൽ പിന്നെ നമ്മളെ
യൂണിവേഴ്സിറ്റിക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ അതിൻ്റെ കൂടുതൽ വശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, അത് കഴിഞ്ഞു. അത് പിന്നെ ഇപ്പോൾ നമ്മളും അല്ല, അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ പോവുകയാണ്. അല്ല, എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മൾക്ക് ഈ 8 കൊല്ലം ഇപ്പോഴും നമ്മളിതിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആ റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സെക്കൻഡ് റൂം നമ്മൾ വന്നു, അതിലേക്ക് സാധനങ്ങൾ വന്നു. നമ്മളെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് നമ്മളെ സെക്കൻഡ് റൂമാണ്. ഈ റൂമാണ് ഞാൻ പറഞ്ഞത്, ഒരു 2 പശുക്കളൊക്കെ കെട്ടിയിരുന്ന ഒരു സിംഗിൾ റൂമായിരുന്നു. ആ ഒരു സിംഗിൾ റൂമിൽ ഒരിക്കലും നമ്മളെ സെഗ്രിഗേഷനും കാര്യങ്ങളും, കാരണം അത്രത്തോളം എല്ലാ ഓഫീസിലും സാധനം വന്നു. പിന്നെ ഞാൻ ഒറ്റക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ നമ്മളതിന് ജോലിക്കാരെ വെക്കുന്ന ഇതുണ്ടായി. കാരണം നമ്മളെപ്പോഴും അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കൂടുതൽ സാധനം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പണിക്കാർ വെക്കണം. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള പൈസയും കൂടി ഇതിൽ നിന്ന് കിട്ടണം. അപ്പോൾ അതാണ് ഈ കൂടുതൽ സാധനങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ ഫസ്റ്റിൽ ഒരു കൊല്ലത്തോളം ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ക്ലീനിങ്ങിൻ്റെ ഇതിനെ തുടങ്ങിയപ്പോൾ നന്നായിട്ട് വന്നു. പിന്നെ അത് കുറയും. അത് അങ്ങനെ തന്നെയാണ്. പിന്നീട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ, അതായത് വളരെ കുറഞ്ഞ രീതിയിലുള്ള വേസ്റ്റ് കിട്ടുക, അതിലൊരു വ്യത്യാസമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ജോലിക്കാർ വെച്ചു 2 സ്ത്രീകളും 3 ഹിന്ദി ആളുകളൊക്കെ വേണ്ടി വന്നു. അങ്ങനെ മൊത്തം 5 പേരുണ്ടായിരുന്നു. ഈ 5 പേർക്കും ഏകദേശം അന്നത്തെ ശമ്പളം എന്ന് പറയുകയാണെങ്കിൽ 450, 400, പിന്നെ 350, അന്ന് ആ ഒരു റേഞ്ചിൽ ഉള്ള ശമ്പളം അവർക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാഹനം നമ്മൾ വന്നപ്പോൾ പിന്നെ അന്നത്തെ കളക്ടർ നമ്മളോട് വാക്കാൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ നിങ്ങളൊരു വാഹനം തൽക്കാലം പഴയതെടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഏതെങ്കിലും ബാങ്കായിട്ടോ അങ്ങനെ സംസാരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് സാറ് ട്രാൻസ്ഫറായി പോയി വേറെ കളക്ടർമാർ വന്നു. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഓരോരുത്തരും അതിൻ്റേതായ രീതിയിൽ ഇരുന്ന് കേട്ട് ഇങ്ങനൊരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്, അപ്പോൾ അത് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ അതിനെങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരികയും നമ്മൾ അതുമായിട്ട് പോകുമ്പോഴാണ് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുക. എല്ലാവരും ഒരേപോലെ ആവില്ല. ചിലർ വിചാരിക്കും ഇതിപ്പോൾ എന്തിനാ, അത് ഹരിതസേന ചെയ്തോളും, മറ്റൊരു ചെയ്തോളും, അല്ലെങ്കിൽ ഇവർ ചെയ്തോളും. പക്ഷേ സർക്കാരും നമ്മുടെ ഗവൺമെൻറ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രിമാരും പറയുന്നത് ഇത്ര ആളുകളെ കൂട്ടി ചെയ്യണം, ഇത്ര താല്പര്യമുള്ളവരായിട്ട് ചേർക്കണം, അവരുമായിട്ട് സഹകരിച്ച് ചെയ്യണം. അത് ഇവിടെ ഇപ്പോൾ കാണുന്നു. ഇവിടെ മലപ്പുറത്ത് നമ്മുടെ ഡിസ്ട്രിക്റ്റിലിപ്പോൾ ആ രീതിയിലുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടുള്ള പാളിച്ചകളാണ്. ഒരുപാട് ആൾക്കാർ, ഞാൻ മാത്രമൊന്നുമില്ല, ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അങ്ങനെ ഇതിന് മാറിപ്പോയവരെ എനിക്കറിയില്ല. അപ്പോൾ ഇതിൽ പിന്നീട് നമ്മൾ എന്താ വെച്ചാൽ ഈ റൂമിലേക്ക് സാധനങ്ങൾ വന്നു. അപ്പോൾ ഈ റൂമിന് സ്പേസ് ഇല്ലാതെ. പിന്നെ ഈ കാണുന്ന ഇപ്പോൾ ഒഴിഞ്ഞ് കാണുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സൈഡിലും മുൻവശത്തും ഒക്കെ വാഹനങ്ങളായിരുന്നു. അത് ഇത് ഫുള്ള് നമ്മൾ ആ റൂം കാണൂലായിരുന്നു. ചുറ്റുഭാഗം വാഹനങ്ങളായിട്ടാണ് കിടന്നത്. അതിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടുത്തെ പഴയ വാഹനങ്ങളൊക്കെ ലേലത്തിൽ പോയി, സർക്കാരിൽ ലേലം വെച്ചിട്ട് കൂടി കുറേ ഒഴിവായി പോയതുകൊണ്ടാണ് ഈ റൂം കാണാൻ പറ്റും. പിന്നെ ഈ റൂം ഇങ്ങനെ ആയിരുന്നില്ല. ഈ റൂം ഇതിൻ്റെ ചുറ്റുഭാഗം നീല ഷീറ്റ് കെട്ടുമായിരുന്നു. അതിനൊക്കെ ഒരുപാട് നമ്മൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഈ ഷീറ്റ് കെട്ടാനെന്ന് പറഞ്ഞാൽ ഒരു ഷീറ്റിന് അന്ന് 10,000 രൂപ, 10,000 രൂപയുടെ അടുത്ത് മൊത്തം, ഒരു ഷീറ്റിനല്ല, 4 ഭാഗത്തും 3 ഭാഗത്തൊക്കെ ഷീറ്റ് കെട്ടാൻ 10,000 രൂപയോളം എക്സ്പെൻസ് വന്നു. അതേപോലെ നമ്മൾ ആ മുന്നത്തെ റൂം എടുത്തു, അതൊന്ന് വൈറ്റ് വാഷ് ചെയ്തിട്ട് അതിനൊന്ന് പേര് എഴുതണം, നമ്മളെ കാര്യങ്ങൾ എഴുതണം എന്നുള്ളതിന്, അതിലെന്താ എഴുതേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അന്നൊക്കെ ശുചിത്വ മിഷനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ശുചിത്വ മിഷൻ്റെ അന്നൊക്കെ നിൽക്കുന്നത് ശുചിത്വ മിഷൻ്റെ RP എന്നുള്ള ലെവലിലും റിസോഴ്സ് പേഴ്സണായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അന്നത്തെയും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അവരോട് ചെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളവിടുന്ന് കണ്ടറിഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളോട് നിങ്ങളിതൊന്നും നോക്കണ്ട, നിങ്ങൾ തുണിസഞ്ചിയോ തുണിയുടെ കാര്യങ്ങൾ സഞ്ചി അടിച്ച് പോയാൽ മതി എന്നുള്ള പറയുന്ന ആ കക്ഷികൾക്ക് നമ്മളിത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രശ്നം അവർ പുറത്തു പറയില്ല, അവർ കളക്ടറോട് പറയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യില്ല. അവരെന്ത് ചെയ്യും, അവരുടേതായ ഒരു വഴിയിലൂടെ ആരെങ്കിലും അതിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അറിയില്ല, അങ്ങനെ ഒരു സംവിധാനം ഉള്ളതായിട്ട് അറിയില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ ഉദ്യോഗസ്ഥർക്ക് സംശയമാവും. കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ ഒരു വ്യക്തി പറയാണ് ഞങ്ങൾക്ക് അറിയില്ല,
അങ്ങനെ ഒരു സംവിധാനം അത് കളക്ടറേറ്റിൽ നിന്നാണ്, ശുചിത്വ മിഷൻ എന്നല്ല, അങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പറയുമ്പോൾ കൺഫ്യൂഷനായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് അതിന് പെയിൻ്റ് അടിക്കാൻ, അതിമ എഴുതാൻ അതൊക്കെ ചോദിക്കുമ്പോൾ ഒരു സഹകരണമില്ലാത്ത രീതിയിൽ. പക്ഷെ അന്നത്തെയൊക്കെ കോർഡിനേറ്റർമാർ പലരും നല്ല, അവർക്കിപ്പോൾ കളക്ടർ പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ കോർഡിനേറ്റർ ആയാലും പിന്നുള്ള 2-3 കോർഡിനേറ്റർമാർ, അതുപോലെ അമിത് മീണ സാറ് പോകുന്നതിൻ്റെ മുമ്പേ നമ്മളെ സീറോ വേസ്റ്റ് മലപ്പുറത്തിൻ്റെ റിപ്പോർട്ട് എന്താണ് ഇപ്പോൾ സീറോ വേസ്റ്റ് മലപ്പുറത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് ഇവരോട് ചോദിച്ചിരുന്നു. അതേപോലെ ഞാനൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പിന്നീട് എനിക്ക് തോന്നി അത് കിട്ടിയിട്ടില്ല. അത് കളക്ടറേറ്റിന് ശുചിത്വ മിഷനിലേക്ക് അയച്ച്, ശുചിത്വ മിഷനിൽ അയച്ചിട്ട് അതിന് ബന്ധപ്പെട്ട് നടപടി എടുക്കാൻ പറഞ്ഞു. അതായത് നമുക്കൊരു അനുമോദന പത്രം ഇങ്ങനെ ചെയ്യുന്നതിനൊക്കെ ഉള്ളത് അത് തരാൻ പിന്നത്തെ കോർഡിനേറ്റർക്ക് താല്പര്യമില്ല. പിന്നെ നമ്മളത് മനസ്സിലാക്കി, അവിടുത്തെ പഴയ കോർഡിനേറ്റർ സിസ്റ്റമൊക്കെ അവരൊക്കെ പോയി വേറെ വരുന്നവർക്ക് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല, നമ്മളെന്തൊക്കെയോ എഴുതിയായിട്ട് മുതൽ ഭയങ്കര കാശുണ്ടാക്കുന്ന ഒരു സംഭവം പോലെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തോ ഒരു ഈഗോ അതിൻ്റെ പുറത്ത് അവർ പൂർണ്ണമായിട്ടും. അതേപോലെ ആ ഒരു കോർഡിനേറ്റർ ഇരിക്കുന്ന കാലത്താണ് സംസ്ഥാന സർക്കാർ ഓരോ ജില്ലയിൽ നിന്നും കാര്യക്ഷമമായിട്ട് ഈ വർക്ക്, അതായത് ഇതന്നെ ചെയ്തുകൊണ്ട് നടക്കുന്ന, പൈസ ഒന്നും വാങ്ങാതെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ, അല്ലെങ്കിൽ പൈസ വാങ്ങാതെ ഉദ്ദേശിക്കുന്നത് NGO മോഡലിൽ ചെയ്യുന്ന ഒരു ജില്ലയിൽ നിന്ന് 3 ആളുടെ പേര് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ശുചിത്വ മിഷൻ്റെ കോർഡിനേറ്റർ, അത് എന്നോട് ഞാനിത് അറിയുന്നത് ഹരിത കേരള മിഷൻ്റെ കോർഡിനേറ്റർ നമ്മളോട് പറയുകയാണ്, ഇങ്ങനെ 3 പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് അവിടെ പോയി, ഞാൻ നിങ്ങളെ പേര് ഒരാൾ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ ചെയ്ത ആളുള്ളപ്പോൾ ഇതിൻ്റെ ഈ സിവിൽ സ്റ്റേഷനായാലും പുറത്തൊക്കെ ഇപ്പോൾ നിങ്ങളെ വർക്കാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ പിന്നെ NGO വർക്ക് തന്നെയാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കക്ഷിയുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഒരു പേര് നമ്മളത് അതിൽ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ഈ കക്ഷി വളരെ കൂളായിട്ട് നമ്മളോട് ശുചിത്വ മിഷൻ്റെ കോർഡിനേറ്റർ പറഞ്ഞൊരു വാക്കുണ്ട്, പേര് ആരത് കൊടുക്കണം ഞാൻ തീരുമാനിക്കും, അത് നിങ്ങളെന്നോട് പറയേണ്ട കാര്യം. അന്ന് മനസ്സിലാക്കി നമുക്ക് ശുചിത്വ മിഷൻ എന്താണ്, ഇപ്പോൾ അതിൻ്റെ സ്വഭാവം എന്താണ്, അത് ഏത് രീതിയിലേക്കാണ് അതിൻ്റെ പോക്ക് എന്നുള്ളതാണ്. അതിനുശേഷം ഒരു കോർഡിനേറ്റർമാർ, ചാർജ് വന്ന കോർഡിനേറ്റർമാരിൽ ദുർലഭം 1-2 ആൾക്കാർ ഭയങ്കര പ്രശ്നങ്ങൾ, അതായത് ഇവർക്ക് ഇതിങ്ങോട്ട് ചില B1-ലോ B2-ലോ B3-ലോ എവിടെയെങ്കിലുമൊക്കെ വലിയ വിഷയം ഉണ്ടാവും. ഒന്നായിട്ട് പത്രങ്ങളിലൊക്കെ വന്ന് ഇഷ്യൂ ആവുന്ന ഒരു കേസ് വരുമ്പോൾ അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് പറയും അത് നിങ്ങൾ മുമ്പ് ചെയ്തിരുന്ന. കാരണം മുമ്പൊക്കെ ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ നമ്മളാണിത് ഓടിച്ചെന്ന് പണിക്കാരെ വെച്ചത് ക്ലീനാക്കി അത് എല്ലാം വേണ്ട രീതിയിൽ ഇനി വരാത്ത രീതിയിലാക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യൽ നമ്മളാണ്. അതിൻ്റെ സർക്കുലറുകളും നമ്മളെ ഇതിൽ തന്നെയാണ്. അപ്പോൾ അത് വന്നത് അത് കണ്ടിട്ട് അതേപോലെ ചില ചാർജുള്ള കോർഡിനേറ്റർമാരൊക്കെ ഇവിടെ ഓടി വന്നിട്ട് പലതും കണ്ടുവരുന്നു. നിലവിൽ ഇപ്പോൾ ഉള്ളതടക്കമുള്ള ഒരു കോർഡിനേറ്റർമാർ പിന്നീട് ഈ സംഭവം തിരിഞ്ഞു നോക്കുകയോ ഇതിലേക്ക് വരികയോ ഇവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുകയോ, ഇപ്പം ഇനി നിങ്ങളെ അവസ്ഥ എന്താ, നിങ്ങൾക്ക് അതായത് നിങ്ങളെ എങ്ങനെ ചേർത്ത് പിടിക്കണം, അതല്ലെങ്കിൽ ഈ പറയുന്ന ഹരിതസേനയിലോ ഈ പറയുന്ന ശുചിത്വ മിഷനിലോ ആയിട്ട് നിങ്ങളെ എങ്ങനെ കോർഡിനേറ്റ് കൊണ്ടുപോകാന്നുള്ളൊരു അവരുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് സ്പീഡ് കൂടുതലാണ്, നമ്മൾ നല്ല രീതിയിൽ കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങൾ സീറോ വേസ്റ്റ് മലപ്പുറത്തിൻ്റെ വളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഫാസ്റ്റുമാണ്, ഞങ്ങൾ സ്പീഡ് കൂടുതലാണ്, ഞങ്ങൾക്ക് ശമ്പളം വാങ്ങിയിട്ടല്ല, ഞങ്ങൾ പിന്നെ ദിവസം നോക്കിയിട്ടല്ല. പിന്നെ നമ്മളെ ക്ലീനിങ് പറഞ്ഞാൽ ഗാന്ധി ജയന്തിൻ്റെ അന്ന് ഇറങ്ങുക, ജൂൺ 5-ന് ഇറങ്ങുക, അതൊന്നും നമ്മളെ ദിവസങ്ങളല്ല ശരിക്കും. ഞങ്ങൾ അന്നാണ് ശരിക്കും റെസ്റ്റ് എടുക്കുന്നത്. കാരണം അന്ന് എല്ലാവരും ഇറങ്ങുന്ന ദിവസം അന്ന് നമ്മൾ റെസ്റ്റ് എടുക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ 24 hours ചെയ്യുന്ന പോലെ നമ്മൾ. കാരണം എന്താ വെച്ചാൽ 12 മണിക്കൂർ പകരം ഡ്യൂട്ടി കഴിഞ്ഞാലും വൈകുന്നേരം നമുക്ക് പോയിട്ട് എന്തെങ്കിലും യൂട്യൂബിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും. ശനി ഞായറും നമുക്ക് വർക്ക് ചെയ്യുന്നു ഇത്രയും കാലം 8 കൊല്ലം. അപ്പോൾ ഞാൻ ഇനി ലാസ്റ്റിങ്ങളോട് പറയാൻ വരുന്നതിൻ്റെ ഒരു ഇതിപ്പോൾ തന്നെ പറയാണ്, ഏത് വ്യക്തികളായിക്കോട്ടെ, സംഘടനകളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, നിങ്ങളിതിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കാരണവശാലും ഈ പറയുന്ന ഇവരുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇതിൽ കൂടി അവർ നിങ്ങൾക്കൊരു ഇൻഗോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നാടിനും ഗുണം വേണം, നിങ്ങൾക്കും ഗുണം വേണം, നിങ്ങളെ ഫാമിലിക്കൊന്നും പറയുന്നില്ല, നിങ്ങളെ കാര്യങ്ങൾ നടന്നു പോകുന്ന രീതിയിലുള്ള സംവിധാനത്തേക്ക് നിങ്ങൾ എത്തിപ്പെടുത്തുന്നൊന്നും വിചാരിച്ചിട്ട് ഇതിലേക്ക് വന്നിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക, സ്വന്തം കാര്യങ്ങൾ, അതിപ്പോൾ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണെങ്കിലും അല്ലാത്ത വർക്കുകളാണെങ്കിലും നിങ്ങളേതായ രീതിയിൽ, പിന്നെ കുറച്ചൊക്കെ ഇവിടെ വന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രതീക്ഷിക്കാവൂ എന്നുള്ള രീതിയിൽ വേണം അതിന് പറയാൻ വിചാരിച്ചാണ് മുൻകൂട്ടി പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നമുക്ക് സർക്കുലറുകൾ വന്നതിൽ
പ്രധാനപ്പെട്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്ന സർക്കുലറുകൾ, പിന്നെ ജില്ലാ കോടതി ഒരു സർക്കുലർ നമ്മൾ പോകും. ഞാൻ ആദ്യമായിട്ടായിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൽ പലതും ഫസ്റ്റ് ടൈമാണ്. ഫാമിലിയൊക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുള്ള ഫാമിലിയിൽ നിന്ന് വന്നതാണ്, ബിസിനസ്സുകാരുള്ള ഫാമിലി തന്നെയാണ്, അത് ഉദ്യോഗസ്ഥരുള്ള ഫാമിലിയാണ്. അതുകൊണ്ടായിരിക്കും നമുക്ക് രണ്ടും കൂടി ചേർന്നൊരു വർക്കായിട്ടാണ് എൻ്റെ ഈ വർക്ക് നടക്കുന്നത്. കാരണം ഞാനൊരു പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡെപ്യൂട്ടേഷന് വന്നാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം അതിലൊരു ഒരു ചേഞ്ച് ഉണ്ടായതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ ശുചിത്വ മിഷൻ്റെ ഐഡൻറ്റി കാർഡുമായിട്ട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ശുചിത്വ മിഷൻ നമ്മളെ ഊരമ്മലൊരു കയറിട്ടിട്ട് ഇങ്ങനെ വലിക്കുന്ന മാതിരി ഒരു പരിപാടിയായിരുന്നു അന്നൊക്കെ. അതായത് നമുക്കൊന്നും ഫാസ്റ്റായിട്ട് പോകാൻ പറ്റില്ല, നമുക്കൊന്നും നല്ലൊരു കാര്യമാണെങ്കിൽ അത് ചെയ്യാന്നുള്ള പെട്ടെന്ന് ചെയ്ത് തീർക്കുക, അങ്ങനെ ഇവരോട് ചോദിക്കണം അവിടെ ചോദിക്കണം. അതായത് ഒരു കാര്യം നമ്മൾ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്നതിന് പകരം അത് മറ്റേവരോട് ചോദിക്കണം, ആ സീറ്റിൽ ചോദിക്കണം, ഈ സീറ്റിൽ ചോദിക്കണം. അപ്പോൾ ഈ സീറ്റിലിരിക്കുന്ന അയാൾക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അയാൾക്ക് വല്ല പ്രശ്നം, കാരണം അയാൾ ചെയ്യേണ്ട പണിയായിരിക്കും, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു നമ്മളൊരു കാര്യത്തിൽ വലിക്കുന്ന രീതിയിൽ പിന്നെ അവർ നമ്മളോട് പറയൽ അന്നൊരു ഇതെന്താ വെച്ചാൽ കുറേ ഓഫീസുകൾ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളിങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെ ഇതാക്കൊന്നും വേണ്ട, അത് നമ്മൾ പറഞ്ഞു തരുന്നതിന് നേരെ ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഒരു രീതി വന്നപ്പോൾ നമ്മളത് കളക്ടറെ നേരിട്ട് പോയി കണ്ടു. അന്നൊക്കെ കളക്ടർ എപ്പോൾ ചെന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നതെന്നുള്ള എനിക്ക് കളക്ടർ എപ്പോഴും നമുക്ക് ഗൺമാനെ കണ്ട നമ്മൾ ഗൺമാനോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ വിളിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഫ്രീയാണ് നമ്മളോട് ചെല്ലാൻ പറയും. അങ്ങനെ അത്തരം സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഫാസ്റ്റായിട്ട് പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കളക്ടറോട് പറഞ്ഞു ഇങ്ങനെ ഈ RP എന്നുള്ള ഐഡൻറ്റി കാർഡിൽ ഇത് ചെയ്യുമ്പോൾ ഒന്ന് ശുചിത്വ മിഷന് കുറച്ച് ഇതുണ്ട്, വരമ്പുകൾ നിശ്ചയിക്കുന്നുണ്ട്. അത് നമുക്ക് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടെന്നുള്ള ഒരു രീതി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ശുചിത്വ മിഷൻ്റെ ഐഡൻറ്റി കാർഡിൽ ഇത് ചെന്ന് പറഞ്ഞാലൊന്നും ചില ആളുകൾക്ക് അതൊരു എന്താ പറയുക, അതിനൊരു വിലയില്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ സാധനങ്ങൾ നിങ്ങൾ വിൽക്കാൻ പാടില്ല, ഇത് ഞങ്ങൾക്ക് തരണ്ടാണ്, ഞങ്ങൾ കാശില്ലാതെ ഇവിടുന്ന് വേസ്റ്റ് കൊണ്ടുപോകുന്നത്, ഇതാണ് ഞങ്ങളുടെ കാശ്, അതുകൊണ്ട് ഈ ചട്ടയും കുത്തിയൊക്കെ ഡീക്കിടണമെന്ന് പറഞ്ഞാൽ അത് ചിലർക്ക് അതൊരു ചെവി കൊള്ളാനൊരു ബുദ്ധിമുട്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്താണ് കളക്ടർ നമ്മളോട് പ്രത്യേകം നമുക്ക് നമ്മളെ ഐഡൻറ്റി കാർഡ് ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞത് ലെറ്റർ ചോദിക്കുകയും അത് ശുചിത്വ മിഷൻ കോർഡിനേറ്ററെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ സാങ്ഷൻ വാങ്ങിയിട്ട് തൽക്കാലം RP തന്നെ കാർഡ് നമ്മളെ കളക്ടർ കീഴിൽ ഐഡൻറ്റി കാർഡാക്കിയിട്ട് പിന്നീട് നമ്മൾ ഇറങ്ങുന്നത് മുഴുവൻ റവന്യൂ സ്റ്റാഫിൻ്റെ ഐഡൻറ്റി കാർഡിലാണ് നമ്മൾ ചോദിച്ചത്. നമുക്ക് കുറേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാർഡ് ഇഷ്യൂ ചെയ്ത് എന്തുകൊണ്ടാണ് അത് അംഗീകാരമാണ്, അധികാരമല്ല. അത് നമ്മൾ ഇവിടെ ചോദിക്കുന്നവരോട് നമ്മൾ പറയലുണ്ട്, നമ്മൾ സർക്കാരിൻ്റെ സ്റ്റാഫല്ല, ശമ്പളം വാങ്ങുന്നില്ല, ഇത് നമുക്ക് അവിടെ നിന്ന് നമുക്ക് ഇഷ്യൂ ചെയ്ത ഒരു ഗവൺമെൻറ്റൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മളും അതിനെ കണ്ടിട്ടുള്ളതും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പോയപ്പോൾ പിന്നെ തീർത്തും ശുചിത്വ മിഷന് കൈ ഒഴിയുന്ന പോലെ, കാരണം അവർക്ക് വരുന്നത് ഞങ്ങളെ ആളല്ല, ഞങ്ങളെ സംഭവമല്ല, അത് കളക്ടറേറ്റിനുള്ള. എന്നാൽ കളക്ടറേറ്റിന് വരുന്ന മീറ്റിങ്ങുകളിലോ മറ്റെന്തെങ്കിലോ തുടക്കത്തിലൊക്കെ സീറോ വേസ്റ്റ് നടത്തുന്ന എല്ലാ മീറ്റിങ്ങിലും എല്ലാ കാര്യങ്ങളിലും സീറോ വേസ്റ്റ് നടത്തും അതിൻ്റേതായ ഒരു രീതിയിലാണ് പോയിരുന്നത്. മീറ്റിങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കും, നമുക്ക് പറയാനുള്ളത് കളക്ടർ ചോദിക്കും. അപ്പോൾ നമ്മളെ അഭിപ്രായം പറയും, എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ശുചിത്വ മിഷനോട് ക്ലിയർ ചെയ്യാൻ പറയും. ഇപ്പോൾ ലാസ്റ്റ് പിന്നീട് അവർക്കിപ്പോൾ ഹരിതസേന എന്നുള്ള ആദ്യം കൂടി പോകുമ്പോൾ, പക്ഷേ ഹരിതസേനയ്ക്ക് ഈ വഴി വെട്ടിക്കൊടുത്തത് മലപ്പുറത്ത് സീറോ വേസ്റ്റ് മലപ്പുറമാണ്. ഹരിതസേന ഇത്ര ഈസി ആയിട്ടൊരു ഓഫീസ്, ഇപ്പോൾ ഞാൻ പറയട്ടെ, കോവിഡ് സമയത്തായിരിക്കും ചിലപ്പോൾ ഹരിതസേന, ലാസ്റ്റ് കോവിഡിലായിരിക്കും ഹരിതസേന പിന്നെ എനിക്ക് വന്നിട്ടുണ്ടായത്. ബാക്കിയുള്ള കാലം മുഴുവൻ നമ്മൾ ക്ലിയർ ചെയ്തതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം, ഒരു ക്യാൻറ്റീൻ ഹരിതസേന ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഏറിപ്പോയ ഒരു 3-4 മാസമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്യാൻറ്റീനിൽ ഭക്ഷണ വേസ്റ്റ് കൈ ഉടക്കുന്ന പേപ്പറിൽ ഫുഡ് വേസ്റ്റ് പൊതിഞ്ഞുകൊണ്ട് വെക്കും. ചിലപ്പോൾ ചെറിയ ലഘു ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് അതായി തന്നെ വർക്ക് സംസാരിക്കുമ്പോൾ പൊതിഞ്ഞ് വെക്കും. ഈ സാധനങ്ങളൊക്കെ മുനിസിപ്പാലിറ്റി, ഇവിടുത്തെ ഹരിതസേന എടുത്ത് അത് മുനിസിപ്പാലിറ്റി കോമ്പൗണ്ടിൽ ചെന്നാൽ അത് തരംതിരിക്കുമ്പോൾ അവർക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവരെടുക്കാതെ കിടക്കുന്ന സാധനങ്ങൾ. പിന്നെ ഞങ്ങളെ സീറോ വേസ്റ്റിൻ്റെ ഒരു ദിനമാണ് ഞങ്ങളവിടെ ക്യാൻറ്റീൻ്റെ അകത്തൊക്കെ ഓരോ പോസ്റ്ററുകൾ വെച്ചു, ആളുകളെ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട്. ഭക്ഷണം കഴിച്ച് കൈ ഉടക്കുന്ന പേപ്പർ വേറെയും, ഭക്ഷണം തരുമ്പോൾ കൂട്ടി പിടിക്കുന്ന പേപ്പർ വേറെയും, ഭക്ഷണം വേറെയും,
ഒക്കെ വെക്കണം, ഇതാരും ഒരുമിച്ച് വെക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകൾ വെച്ച് നമ്മളാളുകളെ ബോധവൽക്കരണം ചെയ്ത് അത് നല്ലൊരു സ്റ്റാൻഡിലേക്ക് എത്തി. നല്ലൊരു സ്റ്റാൻഡിൽ നമ്മൾക്ക് പോകുമ്പോൾ നമ്മൾ മീൻസ് ഉപജീവനമാർഗ്ഗമാണത്, നമുക്കത് കിട്ടിയിട്ട് വേണം നമ്മളെ കാര്യങ്ങൾ നടത്താൻ. അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടി വീണ്ടും LSTD അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ശുചിത്വ മിഷന് വന്നുകൊണ്ട് പറയാണ് ഇത് ഈ ഹരിതസേനക്ക് കൊടുക്കണം, ഇതും ഹരിതസേനക്ക് കൊടുക്കണം, ഓക്കെ അതും ഹരിതസേന, അങ്ങനെ എല്ലാം നമ്മൾ നന്നാക്കി എടുത്തൊക്കെ ഹരിതസേനക്ക് പോകും. പക്ഷേ ഇത്രയും കാലം ഇതൊക്കെ ചെയ്ത് ഒരു സംഭവം, ഒരു വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആളുകളെ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവരെങ്ങനെ ഇതിലേക്ക് കൂട്ടണം എന്നുള്ളത് മാത്രമേ ഇപ്പോഴത്തെ ശുചിത്വ മിഷനെ ബന്ധപ്പെട്ട അധികാരികൾക്കാറില്ല. അതാണ് ഇതന്നെയാണ് വരും തലമുറയുടെ അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ വരാനിരിക്കുന്ന ആളുകൾ ഇത് കണ്ട് പഠിക്കും. ഞാനീ പറയുന്നതിൽ അനുഭവിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിന് മാറിയിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കുള്ള വരുമാനമൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇവരായിട്ട് നമ്മളൊരു സംഭവത്തിൽ എത്തിയപ്പോൾ നമ്മളേതായിട്ടുള്ള ഇതും ചെയ്യണം, അതിന് കൂട്ടത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു പോകണം. പിന്നെ എന്തെങ്കിലും ഒരു ദിവസം നമുക്കിത് പറയാനുള്ളൊരു അവസരം വരുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ ഡോക്യുമെൻസും നമുക്കത് സമർപ്പിച്ചുകൊണ്ട് അത് പറഞ്ഞു എന്തുകൊണ്ടാണ് സർക്കാരും ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അതടക്കമുള്ള മന്ത്രിമാരും ഇത്തരം വ്യക്തികളെ കൂട്ടിച്ച് പിടിക്കണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ളത് അവർ അപ്പം പറയാം. നിങ്ങൾ ഏത് ഓഫീസ് എടുക്കണം, അപ്പോൾ നമ്മളൊരു ഓഫീസ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവിടെ ഒരാളെ പറഞ്ഞേക്കും, ആരെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ, എന്നിട്ട് അവർ അത് ഹരിതസേന കൊടുക്കുന്നത്. പിന്നെ നമ്മളെല്ലാം റെഡിയാക്കി കൊടുക്കുന്ന സംവിധാനങ്ങൾ ഹരിതസേന പിറ്റേന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ തടസ്സം നിൽക്കാൻ പോയിട്ടില്ല. പിന്നെ ഇനിയും ഇതുപോലെ സീറോ വേസ്റ്റിലേക്ക് ഉദ്യോഗസ്ഥരും നമ്മളെ മറ്റുള്ള ആളുകൾ സഹകരിച്ച പോലെ ഇനിയും സഹകരണം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കും. നമ്മൾ അവസാനമായിട്ട് നമ്മളൊരു അനുഭവം വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഇത്തരം വർക്കുകൾ, പരിസ്ഥിതി സ്നേഹം ആയിക്കോട്ടെ, മറ്റുള്ള സോഷ്യൽ വർക്കുകളായിക്കോട്ടെ, ഇതിലൊക്കെ നമ്മൾ വരുമ്പോൾ ഇതിൽ നമ്മളെയും കൂടി നമ്മളെ ലൈഫ് ഇതിൽ പോകുമ്പോൾ നമുക്ക് നമ്മളെ കാര്യങ്ങളും കൂടി നടന്നു പോകണം. ഏതെങ്കിലും രീതിയിൽ ചെറിയ റെമ്യൂണറേഷനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാക്കിയിട്ടോ ഞാൻ അതൊക്കെ ആലോചിച്ചു. കാരണം കത്തിച്ച് കളിയും വലിച്ചെറിയും അവിടെ ഇവിടെ കൊണ്ടുപോയിടുന്ന ഒരു സാധനം, ആ ഒരു സാധനത്തെ നമ്മൾ ക്യാഷാക്കി മാറ്റുന്നതിൽ എന്ത് തെറ്റുള്ളത്? ഭൂമിക്ക് ഗുണമാണ്, കുറേ ആൾക്കാർക്ക് ജോലി കിട്ടും, നമുക്കും നമ്മളെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ ഉള്ളൊരു രീതിയാണ്. പിന്നെ ആളുകൾ നല്ല രീതിയിൽ ഇത് കുറേ കാലത്തിന് ശേഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ ആ ആളുകൾക്ക് തന്നെ പൈസ കൊടുക്കും. ഇതെറിയേണ്ട കാര്യമോ വലിച്ചെറിയേണ്ട കാര്യമില്ല, അവർ കുറച്ച് മെനക്കെടും. ഈ ആളുകൾക്ക് മെനക്കെടാനും ചെറിയൊരു പൈസക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും അവരത് പുറത്ത് കളയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പുറപ്പെടുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച്, പിന്നെ ഒരുപാട് വിഷമഘട്ടങ്ങൾ, ചിലർ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ പലതിലും നമ്മൾ ജാമാക്കാൻ നോക്കും, നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ നോക്കും, പിന്നെ പല സ്ഥലത്തും നമ്മളെ നിരാശപ്പെടുത്തും. പലപ്പോഴും ഞാൻ എൻ്റെ നല്ല പരിചയവും സുഹൃത്തുക്കളായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥരോട് നമ്മൾ ചില സമയത്ത് ഭയങ്കര ഹാഷായിട്ട് വിളിച്ചിട്ടൊക്കെ സംസാരിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ത് പണിയായി കാണിക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ട് കുറേ കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ഞാൻ എത്ര മെനക്കെട്ടിട്ടും എത്ര ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും തിരുത്താതെ കിടക്കുന്ന കുറേ വിഷയങ്ങൾ. അതിൻ്റെ ഇപ്പം നിങ്ങൾ കാണുന്ന വീഡിയോയിൽ തന്നെ കുറച്ച് മുമ്പുള്ളൊരു വീഡിയോയിൽ എൻ്റെ പുറകിലൊരു പച്ച പെയിൻ്റ് അടിച്ചിട്ടൊരു കൂടുണ്ട്. അത് ഫുഡ് വേസ്റ്റ് സംസ്കരിക്കാനുള്ള മുനിസിപ്പാലിറ്റി സപ്ലൈ ചെയ്ത് ലക്ഷത്തിൻ്റെ മുകളിൽ വില വരുന്നു. അങ്ങനത്തെ പ്രധാനപ്പെട്ട ഒന്ന് കളക്ട്രേറ്റിന്, ഒന്നൊരു ഗവൺമെൻറ് സ്കൂളിന്, പിന്നെ വേറൊരു താലൂക്ക് ഹോസ്പിറ്റലിന്, അങ്ങനെയൊക്കെ കൊടുത്ത സാധനം. ഇതൊക്കെ ഞാൻ പോയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. അതുപോലെ കളക്ട്രേറ്റിലിരിക്കുന്ന ഒരു സാധനം ഞാൻ ഇവിടെ ഉള്ള ആളുമായതുകൊണ്ട് ഞാൻ ഈ സാധനം അവിടെ നിന്ന് മാറ്റിയിട്ട്, ഇപ്പോൾ ആ ക്യാമറയിൽ നിങ്ങളാ കാണുന്ന സാധനം അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മളെ റൂമിൻ്റെ അടുത്ത് മാറ്റണമെന്നും അത് അവിടെ വെച്ചിട്ട് ഈ ഫുഡ് വേസ്റ്റ് കൊടുത്തിട്ട് അത് അതിൻ്റെ അവിടെ ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞ് ഞാൻ ലെറ്റർ വരെ കൊടുത്തതാണ്. ആ ലെറ്ററിന് വരുന്ന മറുപടി, അപ്പോൾ എന്ത് ലെറ്റർ വന്നാലും അത് ശുചിത്വ മിഷന് പോകും. ശുചിത്വ മിഷൻ അവിടെയും ഇവിടെയും തൊടാതെ ഒരു മറുപടി തിരിച്ചു വയ്ക്കും. അതോട് കാര്യം നടക്കില്ല. ശരിക്കും ഇപ്പോൾ അത് ആർക്കാണ് അത് അവിടെ ഇരുന്നിട്ട് അത് നശിച്ചു പോകണം എന്ന് ഇത്ര ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടാകും? ഒരിക്കലും മുനിസിപ്പാലിറ്റി സ്വന്തം ഫണ്ട് ഫണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ശുചിത്വ മിഷൻ്റെ കൂടി കൂട്ട് ഫണ്ടായിക്കോട്ടെ അത് വെച്ച സാധനം വെറുതെ ഉപയോഗിക്കാതെ നശിച്ചു പോകണം അവർ വിചാരിക്കും. കളക്ടറേറ്റ് വിചാരിക്കും, റവന്യൂ വിചാരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വിചാരിക്കും. പിന്നെ അവരെ പ്രശ്നം എന്താ വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആളുണ്ടോ ഇല്ലേന്ന് അത് നമ്മൾ ചെയ്ത് തെളിയിച്ചത് കൊണ്ട് നമുക്ക് അതിൻ്റെ സമ്മതം തന്നിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർക്കും പറയാണ്ടാവില്ല. അതിൽ ഏതെങ്കിലും ഒന്ന് രണ്ട് വ്യക്തികളുടെ ഈഗോ കിടക്കുന്നുണ്ടാവും, അത് അങ്ങോട്ട് മാറ്റേണ്ടത്.
അപ്പോൾ അവർ ചെയ്തു എന്നാവും, അല്ലെങ്കിൽ അവർക്ക് പ്രശസ്തിയാവും, ഇത് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനും, പിന്നെ ഇനി ഈ ഒരു സീറോ വേസ്റ്റ് മലപ്പുറം ഇവരുടെ ഒരു പിന്നെ ആരും സഹകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ തന്നെ പ്രൈവറ്റായിട്ട് ചെയ്യാൻ പറ്റും. പ്രൈവറ്റായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ റോഡും മറ്റുള്ള സ്ഥലങ്ങളും ക്ലീനാക്കലും മറ്റുള്ള കാര്യങ്ങളും ചെയ്താലും കാശ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അധികം ഇല്ലാതെ ഒരു സാധനം ഈഗോ ഒക്കെ ഒഴിവാക്കി റോട്ടിൽ നിന്നൊക്കെ ആളുകൾ പിക്ക് ചെയ്യുന്ന പോലെ പിക്ക് ചെയ്താൽ തന്നെ അതൊരു വരുമാന മാർഗം തന്നെയാണ്, അതിൽ യാതൊരു സംശയവും. അപ്പോൾ ആ വക കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മളെ സീറോ വേസ്റ്റ് ഇങ്ങനെ എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൽ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഇതിൽ അധികം ആളുകളും ചിലപ്പോൾ ചോദിക്കുന്നത്, നമുക്ക് പുതുതായിട്ട് വരികയാണെങ്കിൽ ഈ മേഖലയിൽ എന്താ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഇതിലേക്ക് കടന്നു വരുന്നത്. ഒരിക്കലും ഞാൻ വന്ന പോലെ അത്ര ഒരു എൻട്രി ഇനിയിപ്പോൾ ഈ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇതിലേക്ക് കിട്ടും. പറയുമ്പോൾ മന്ത്രി പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്, വലിയ വലിയ ഉദ്യോഗസ്ഥരും മന്ത്രിമാരൊക്കെ പറയുന്നുണ്ട് പൊതുജനങ്ങളെ പങ്കാളിത്തത്തോടു കൂടി, പിന്നെ അതേപോലെ ഇതുമായിട്ട് താല്പര്യമുള്ള വ്യക്തികളെ ഇതിൽ പങ്കെടുപ്പിക്കണം, അവരുമായിട്ട് സഹകരിച്ച് വേണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെങ്കിലും ശുചിത്വ മിഷനാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് എന്നല്ലാതെ ഈ പറയുന്ന ആളുകൾക്ക് ഈ വ്യക്തിനെ പങ്കെടുപ്പിക്കണം താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരുടേതായ ആളുകളോ ആണെങ്കിലേ അത് ചിലപ്പോൾ നടക്കുകയുള്ളൂ. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ 8 വർഷമായിട്ട് ഈ കളക്ടർ മുഖാന്തരം വന്നതുകൊണ്ട് നമ്മളെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോകും. അപ്പോൾ ഇനി വരുന്ന ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു എൻട്രൻസ് ഇത് ഇപ്പം ഇങ്ങനെ ഞാൻ വന്ന രീതിയിൽ ഇനി വരാൻ കഴിയും. കാരണം അതിൽ കുറേ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, സർക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഹരിതസേനയാണ്. ഈ ഹരിതസേന എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം ഒന്ന്, അവരൊരു സ്ത്രീ ആയിരിക്കും, പിന്നെ അവർ ഏതെങ്കിലും കുടുംബശ്രീയിൽ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുള്ളവർക്ക് അതിൽ വരാൻ കഴിയുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മളെ മാതിരി ഒരാൾക്ക് ഹരിതസേന ആക്കാൻ പറഞ്ഞാലും ഇവരാക്കൂല. ഇനി നമ്മളെ ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരേ സീനൊന്നും ആയിരിക്കില്ല. നമ്മളെ വീട്ടിൽ അയൽക്കൂട്ടത്തിൽ പങ്കെടുത്തിട്ടില്ല അല്ലെങ്കിൽ അവരില്ലെങ്കിൽ നമ്മൾ അതിന് വരെ ട്രൈ ചെയ്താൽ അതിലിപ്പോൾ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ അയൽക്കൂട്ടമല്ല പറഞ്ഞിട്ട് കൗൺസിലർ വരെ ഒഴിവാകുന്ന അങ്ങോട്ട് മാറിപ്പോകും. അതായത് അതൊന്നും നടക്കുന്ന കേസല്ല ചില സമയങ്ങളിൽ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഒന്ന് ലേഡീസ് ആണെങ്കിൽ ഇതുപോലെ പോകാം, ശമ്പളം വാങ്ങാം, കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തി ഇങ്ങനെ പോരുമ്പോൾ ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ, ഈ വഴി ഒക്കെ അടഞ്ഞാണ് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. പകരം സ്വന്തമായിട്ട് ഒരു പ്ലാൻ ചെയ്യാൻ ഒരു ഏരിയ, അല്ലെങ്കിൽ അത് എവിടെ ആയിക്കോട്ടെ, ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ ആവണമെന്നില്ല, ഏത് ഡിസ്ട്രിക്റ്റിൽ പോയാലും ചില സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് അധികം വരുന്ന സ്ഥലങ്ങളുണ്ടാവും, അവിടെ പിക്ക് ചെയ്യുന്നുണ്ടാവില്ല, സാധനം എടുക്കുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ഉണ്ടാവും. ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഹരിതസേന സ്വന്തം ഒരു പോയിന്റിൽ പോയിട്ട് അവരുടെ ഒരു പോയിന്റിൽ പോയിട്ട് കാശ് വാങ്ങുന്നു, ആ ബാഗ് എടുക്കുന്നോട്ട് വരുന്നു എന്നല്ലാതെ ആ വരുന്ന വഴിയിലുള്ള ഒരു ബോട്ടിലുകളോ വേറെ എന്തെങ്കിലും കണ്ടാൽ അവരത് തൊടാൻ തയ്യാറാണ്. അപ്പോൾ അത്തരം കേന്ദ്രങ്ങൾ കണ്ടെത്തി അതിനെ ക്ലീനാക്കി അതിലൂടെ തുടർച്ചയായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കേരളത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അത്തരം അവിടുത്തെ ആളുകളെ ചേർത്ത്, അല്ലെങ്കിൽ ക്ലബ്ബുകളെ കൂട്ടി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇങ്ങനത്തെ വേസ്റ്റ് കളക്ഷന് വേറെ മാർഗ്ഗങ്ങളുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് റൂം, അതിൽ പിന്നെന്താണ് ഏതെങ്കിലും 1-2 പ്രൊഡക്റ്റ് സ്ക്രാപ്പർ ചെയ്യുന്ന പോലെ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് അതിൽ ഇന്ന പ്രൊഡക്റ്റ് എല്ലാം വേണമെന്നില്ല, ഇന്ന പ്രൊഡക്റ്റ് നമ്മളെടുക്കും. അതിൻ്റെ പാലിൻ്റെ കവറ് അത് എടുക്കാം, അത് മാത്രമായിട്ട് എടുത്തുകൊണ്ട് അത് മാത്രമായിട്ട് നോക്കാം. ഈവൻ ചിരട്ടയ്ക്ക് വരെ മാർക്കറ്റുണ്ട്. ചിരട്ട മാത്രമായിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന് മാത്രമായിട്ട് പോയി നോക്കാം. അതിനൊക്കെ ടെക്നോളജി, ഇന്നത്തെ ടെക്നോളജി ഗ്രൂപ്പ് വാട്സപ്പിലും മറ്റുള്ള ഗ്രൂപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കിയിട്ട് ആ വഴിക്ക് ഇറങ്ങാവും കുറച്ചുകൂടി. അപ്പോൾ ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഹരിതസേന ഹരിതസേനൻ്റെ ഒരു വിഷയങ്ങൾ വേറെ ഉണ്ട് കുറേ. അത് മുഴുവനൊന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളും അല്ല. അപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം, കാണാം, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമസ്കാരം.